പ്രാർത്ഥിക്കാനിടയാവും. പക്ഷെ ആരും ഒന്നും പറയുന്നില്ല. 2 ആഴ്ച മുമ്പ് സോണിയ പറഞ്ഞതിന് ശേഷം ഇവിടുന്ന് ആരും ഒരു സാക്ഷിയായി ജീവിത അനുഭവങ്ങളാണ്. കാരണം കർത്താവ് അത്ഭുതകരമായിട്ട് നമ്മളെ സഹായിച്ച കാര്യങ്ങൾ കേൾക്കുമ്പോൾ നാച്ചുറലി നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനിടയാവും. പിന്നെ സഭയെക്കുറിച്ചുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കുക എന്നുള്ളത്. ഞാൻ ഈ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഞാൻ വായിക്കുകയായിരുന്നു. ജസ്റ്റ് ഈ പൗലോസിന്റെ ലേഖനങ്ങൾ എടുക്കുമ്പോൾ പൗലോസ് ദൈവത്തിന് നന്ദി പറഞ്ഞ കാര്യങ്ങൾ എടുക്കുമ്പോഴേ ജസ്റ്റ് ഒരു ഈ ആൾക്കാർ സാക്ഷ്യം പറയാതിരിക്കുന്നതുമായിട്ടുള്ള ബന്ധത്തിൽ ഞാൻ പറയുന്നത്. അതുകൊണ്ട് സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പറയാനല്ല. ഈ സോണിയ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നത്. 2 തവണ ദൈവം ഔട്ട് ഓഫ് വേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ദൈവം ഇന്റർഫിയർ ചെയ്ത് ഹെൽപ്പ് ചെയ്ത കാര്യങ്ങൾ. ഐ സിൻസിയർലി ബിലീവ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ബട്ട് അത് പറയാതിരുന്നാൽ മറ്റുള്ളവർക്ക് അതുകൊണ്ട് ഉപകാരം കിട്ടത്തില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന ഒരു കാര്യം മെനി ടൈംസ് നമുക്ക് അനുഗ്രഹം കിട്ടുന്നു, പക്ഷെ മറ്റുള്ളവരുടെ വിശ്വാസം വർദ്ധിക്കാനും കൂടെ വേണ്ടിയായിരിക്കും ദൈവം അത് തരുന്നത്. പലപ്പോഴും നമ്മൾ ഈ 2 കൊറിന്ത്യൻസിൽ വായിക്കുന്നുണ്ട്. 2 കൊരിന്ത്യർ 1 അധ്യായത്തിൽ നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവം അതേ ബുദ്ധിമുട്ടിലിരിക്കുന്നവരെ ഒരു എൻകറേജ്മെന്റിന് വേണ്ടിയിട്ടും കൂടിയ ദൈവം അത് തരുന്നത്. 2 കൊരിന്ത്യർ 1 നമ്മളത് വായിക്കുന്ന 2 കൊറിന്ത്യൻസ്. പക്ഷേ പലപ്പോഴും പറയാറില്ല. അത് ശരിയല്ല. കാരണം ഇല്ലേ, കർത്താവിൽ നിന്നുള്ള അത്ഭുതകരമായിട്ടുള്ള സഹായം നമുക്ക് ചിലപ്പോൾ ചെറിയ കാര്യമായിരിക്കും. ചിലപ്പോൾ ഈ പിള്ളേർ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ചെറിയ കാര്യമായിരിക്കും. ചിലപ്പോൾ പഠിക്കാതിരുന്ന ഒരു സ്ഥലം പരീക്ഷയ്ക്ക് മുമ്പായിട്ടൊന്ന് നോക്കി അത് ദൈവം മിറക്കുലസ് ആയിട്ട് ഹെൽപ്പ് ചെയ്തു. ഇറ്റ് വിൽ എൻകറേജ് അതേഴ്സ്. ഈ 2 കൊറിന്ത്യൻസ് 1:4 തുടങ്ങി വായിക്കുമ്പോൾ നമ്മുടെ സർവ്വ ദുരിതങ്ങളിലും അവൻ നമ്മെ സമാശ്വസിപ്പിക്കുന്നു. അതുവഴി ദൈവം നമുക്ക് നൽകിയ സമാശ്വാസത്താൽ മറ്റെല്ലാവരെയും അവരുടെ ദുരിതത്തിൽ സമാശ്വസിപ്പിക്കാൻ നാം പ്രാപ്തരാകുന്നു. ഇതൊരു സത്യമല്ലേ? ഇതിപ്പം എന്നെ ഒരു കാര്യത്തിൽ ദൈവം മിറക്കുലസ് ആയിട്ട് ഹെൽപ്പ് ചെയ്താൽ അതേ പ്രശ്നത്തോടുകൂടി ഇരിക്കുന്ന വേറെ ആരെങ്കിലും കാണും. അപ്പം അവർക്കതൊരു എൻകറേജ്മെന്റ് ആയിത്തീരും. തീർച്ചയായിട്ടും 100%. കാരണം ദൈവത്തിന് മുഖപക്ഷയില്ല. ദൈവം എന്നെ സഹായിച്ചെങ്കിൽ ഞാൻ എങ്ങനെ ദൈവത്തെ അപ്രോച്ച് ചെയ്തപ്പോഴാണോ എനിക്ക് സഹായം കിട്ടിയത് അതുപോലെ അപ്രോച്ച് ചെയ്യുന്ന എല്ലാവർക്കും ദൈവം സഹായിക്കും. ഗോഡ് ഈസ് നോട്ട് എ റെസ്പെക്ട് ഓഫ് പേഴ്സൺസ്. അപ്പം അത് വിശ്വാസം വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സഭ വിശ്വാസം ഇതൊക്കെ വർദ്ധിക്കാൻ. അപ്പോൾ പൗലോസിന്റെ 1-2 സ്ഥലത്ത് എഴുതുമ്പോൾ എഫേഷ്യൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോയിന്റ് ഒന്ന് നെക്സ്റ്റ് വീക്ക് തുടങ്ങിയ ആൾക്കാർ, നമ്മുടെ ആൾക്കാർ സമയം മതി. നമ്മൾ എൻ്റെ അവസാനത്തെ ഇത് കുറഞ്ഞാൽ കുഴപ്പമില്ല. കാരണം നമുക്ക് വെള്ളിയാഴ്ച ഒരു ബൈബിൾ സ്റ്റഡി ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് എഫേഷ്യൻസ് ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി. ഒന്ന് വായിക്കാം. എഫേഷ്യൻസ് 1:15 ഇക്കാരണത്താൽ കർത്താവായ യേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ചും വിശുദ്ധരോട് നിങ്ങൾക്കുള്ള സ്നേഹത്തെക്കുറിച്ചും കേട്ടത് മുതൽ നിങ്ങളുടെ പേരിൽ ദൈവത്തിന് ഞാൻ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു. അപ്പൊ എഫേഷ്യൻസിനെ കുറിച്ച് കേട്ടത് അവരുടെ വിശ്വാസവും സ്നേഹവുമാണ്. വിശ്വാസം വർദ്ധിച്ചു. കൊളോഷ്യൻസ് 1:4 വായിക്കുമ്പോൾ ജസ്റ്റ് നമ്മൾ എന്ന് വായിക്കുന്ന ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുന്നത്. കൊളോഷ്യൻസ് 1:4 ക്രിസ്തുയേശുവിലുള്ള നിങ്ങളുടെ വിശ്വാസത്തെയും വിശുദ്ധരോട് നിങ്ങൾക്കുള്ള സ്നേഹത്തെയും കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്നു. കണ്ടോ, അവിടെയും കേട്ട കാര്യം. അപ്പം അപ്പസ്തോലൻ കേട്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹൃദയം, അത് ദാറ്റ്സ് ദി വിൽ ഓഫ് ദി ലോർഡ്. അപ്പൊ അവരെ കുറിച്ച് കേട്ട കാര്യം അവരുടെ വിശ്വാസത്തെ കുറിച്ചും സ്നേഹത്തെ കുറിച്ചും. ദെൻ 1 തെസ്സലോണിയൻസ് എല്ലാം ലേഖനത്തിന്റെ ആരംഭത്തിലുണ്ട്. എല്ലാം എടുത്ത് നോക്കിയുണ്ട്. 1:3 1 തെസ്സലോണിയൻസ് 1:3 നിങ്ങളുടെ വിശ്വാസത്താലുള്ള പ്രവൃത്തിയും സ്നേഹപ്രചോദിതമായ പ്രയത്നങ്ങളും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള പ്രത്യാശയാൽ പ്രചോദിതമായ ഉറപ്പും നമ്മുടെ പിതാവായ ദൈവത്തിന്റെ മുമ്പിൽ ഞങ്ങൾ നിരന്തരം അനുസ്മരിക്കുന്നു. അപ്പൊ തെസ്സലോണിക്ക സഭ അപ്പൊ നമ്മുടെ സഭയെ കുറിച്ച് നോക്കുമ്പോഴും ഇങ്ങനെ ഒരു ഒപ്പീനിയൻ ദൈവത്തിന് കിട്ടണം. പൗലോസിന് കിട്ടിയേക്കെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഒബ്സർവേഷൻ തന്നെ അത്. അപ്പൊ അവിടെയും അവരുടെ വിശ്വാസവും സ്നേഹവും ദെൻ സ്നേഹപ്രചോദിതമായിട്ടുള്ള ഉറപ്പ്. ദെൻ 2 തെസ്സലോണിയൻസ് എടുക്കുമ്പോൾ അത് തന്നെ 1:3 സഹോദരരെ, നിങ്ങളെ പ്രതി ദൈവത്തിന് യോഗ്യമാമിതം നിരന്തരം കൃതജ്ഞത അർപ്പിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. കാരണം നിങ്ങളുടെ വിശ്വാസം സമർത്ഥമായി വളരുന്നു. നിങ്ങൾ എല്ലാവരുടെയും അന്യോന്യ സ്നേഹം വർദ്ധിക്കുന്നു. അപ്പൊ ചർച്ചിനെ കുറിച്ചുള്ള ചർച്ച് എന്ന് പറഞ്ഞ ഞായറാഴ്ച ഒന്ന് കൂടി വന്നു, അല്ലെങ്കിൽ ലോർഡ് സപ്പർ നടത്തി, ഇതെല്ലാം അതിന്റെ പാർട്ട്. ബട്ട് ദി ലക്ഷ്യം എന്ന് പറയുന്നത് യു ഹാവ് ടു ഗ്രോ ഇൻ ഫെയ്ത്ത് ആൻഡ് ഗ്രോ ഇൻ ലവ്.
അതിനുവേണ്ടി കൂടി വരുന്നത്. അല്ലെങ്കിൽ അതിൽ പൗലോസ് കൊറിന്തോസുകാരോട് പറയുന്നത് നിങ്ങൾ കൂടി വരുന്നതുകൊണ്ട് ഒരു ഗുണമില്ല. നമ്മൾ കൂടി വരുന്നിട്ട് നമുക്ക് 1 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഫെയ്ത്ത് ആണ് ഇപ്പോഴെങ്കിൽ ഇറ്റ്സ് ഓഫ് നോ യൂസ്. നമ്മുടെ 1 വർഷം വേസ്റ്റാണ്. നമ്മൾ സ്നേഹത്തില്, പരസ്പര സ്നേഹത്തിലും കർത്താവിനോടുള്ള സ്നേഹത്തിലും വർത്തിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കൂടി ഒരു വേസ്റ്റ് ആകുക, വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ആക്കുക. അപ്പൊ ഇതാണ് ചർച്ചിന്റെ ലക്ഷ്യം. അപ്പൊ നമ്മളെ സംബന്ധിച്ച് വാട്ട് ഐ ക്യാൻ ഡു ടു ഇംപ്രൂവ് ദി ഫെയ്ത്ത് ഓഫ് അതേഴ്സ് എ ബിറ്റ് ലിറ്റിൽ. കാരണം വി ആർ കോൾഡ് ടു ഡു ദാറ്റ്. ഇപ്പൊ പൗലോസിനെ വിളിച്ചേക്കുന്ന കാര്യത്തെ കുറിച്ച് എഴുതിയേക്കുന്ന 2 സ്ഥലത്ത് ഈ 1 തിമോത്തി 2:7 എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഇറ്റ് ഈസ് എ കോളിംഗ് ഫോർ ഈച്ച് ആൻഡ് എവരി വൺ ഓഫ് അസ്. പോളിന് പ്രത്യേക കോളിംഗ് ആയിരുന്നു. ഇറ്റ് ഈസ് ട്രൂ. അതുകൊണ്ട് ഈ കോളിംഗ് നമുക്കില്ലാന്ന് നമ്മൾ പറയരുത്. നോ. ഇപ്പൊ ഗിഫ്റ്റ് ഓഫ് ഫെയ്ത്ത് ഉള്ളവരുണ്ട്, അതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചാൽ മാത്രമാണോ അവർക്ക് മാത്രമേ ഫെയ്ത്ത് ഉള്ളൂ? അല്ല. നോ. ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ് ഉള്ളവരുണ്ട്, അവർ പ്രാർത്ഥിച്ചാൽ മാത്രമാണോ ഹീൽഡ് ആകത്തുള്ളൂ? നോ. സെയിം വേ Paul is called specifically for this purpose. It does not mean that we do not have that calling. നമുക്ക് എല്ലാവർക്കും ഉള്ള കോളിംഗ് അത്. സെക്കൻഡ് 2:7 1 Timothy. For which I was appointed a preacher and an apostle. I am speaking the truth in Christ and am not lying. A teacher of the Gentiles in faith and truth. A teacher of the Gentiles in faith and truth. മലയാളം വായിക്കാം. അതിന്റെ പ്രബോധകനായും അപ്പസ്തോലനായും വിശ്വാസത്തിലും സത്യത്തിലും വിജാതീയരുടെ അധ്യാപകനായും ഞാൻ നിയമിക്കപ്പെട്ടു. ഞാൻ സത്യമാണ് പറയുന്നത്, വ്യാജമല്ല. അപ്പം നമ്മള് ചർച്ചിൽ നമ്മുടെ ടീച്ചിങ്ങിന്റെ നമ്മൾ അതിൽ നിന്ന് നമുക്ക് കിട്ടേണ്ടത് ഫെയ്ത്ത് ആൻഡ് നോളജ് ഓഫ് ദി ട്രൂത്ത്. അപ്പം ഇത് വാട്ട് ഐ ക്യാൻ ഡു ടു എൻഹാൻസ് ദി ഫെയ്ത്ത് ഓഫ് അതേഴ്സ് ആൻഡ് ദി നോളജ് ഓഫ് ദി ട്രൂത്ത് ഓഫ് അതേഴ്സ്. നമുക്ക് എല്ലാവർക്കും റോളുണ്ട്. ആ റോളില്ലാത്ത ആരുമില്ല. ചിലപ്പോൾ നമ്മൾ പറയുന്നത് ചെറിയൊരു സാക്ഷിയായിരിക്കും, അത് നമ്മുടെ മറ്റൊരാളുടെ ഫെയ്ത്ത് വർദ്ധിക്കാൻ ഇടയാകുമെങ്കിൽ അത് പറയാതിരിക്കുമ്പോൾ we are doing something which Lord is expecting us to do. ടൈറ്റസോടെ എടുക്കുമ്പോൾ അത് ഇത്തിരി കൂടെ ക്ലിയർ ആയി. ടൈറ്റസ് 1 അത് ഇംഗ്ലീഷിൽ ആദ്യം ടൈറ്റസ് 1 സ്റ്റാർട്ടിങ്ങിൽ Paul, a bond servant of God and an apostle of Jesus Christ, according to the faith of God's elect and the acknowledgement of the truth which accords with godliness, in hope of eternal life, which God, who cannot lie, promised before time began. അപ്പോൾ അതിനെ കുറച്ചുകൂടെ മനസ്സിലാവും. ഞാൻ മലയാളം വായിക്കാം. ദൈവത്തിന്റെ ദാസൻ യേശുക്രിസ്തുവിന്റെ അപ്പസ്തോലനായ പൗലോസ്, ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നവരുടെ, നമ്മൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാ, നോ ഡൗട്ട്. ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നവരുടെ വിശ്വാസത്തെയും ഭക്തിക്ക് അനുസൃതമായ സത്യത്തിന്റെ പരിജ്ഞാനത്തെയും, മറ്റേ വേടങ്ങ് വിട്ടാല് നിത്യജീവന്റെ പ്രത്യാശയും, അത് മീൻസ് നിത്യജീവന്റെ പ്രത്യാശയിലാണ് നമ്മളിരിക്കുന്നത്. അപ്പൊ ഇതിൽ എഴുതിയേക്കുന്നത് ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിശ്വാസത്തെയും സത്യത്തിന്റെ പരിജ്ഞാനത്തെയും വർദ്ധിപ്പിക്കാൻ വിളിക്കപ്പെട്ടവൻ എഴുതുന്നത്. അപ്പൊ നമ്മുടെ പർപ്പസ്, ഇപ്പോൾ നമ്മൾ ബൈബിൾ പഠിപ്പിക്കുമ്പോൾ അല്ലെ പഠിക്കുമ്പോൾ അല്ലെ നമ്മുടെ സാക്ഷ്യം വഴി, നമ്മുടെ ടെസ്റ്റിമണി വഴിയായിട്ട് 2 കാര്യങ്ങൾ വർദ്ധിക്കണം. 1 വിശ്വാസം വർദ്ധിക്കണം, 2 സത്യത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം, ദി നോളജ് ഓഫ് ദി ട്രൂത്ത്. അങ്ങനെ വേർഡില്ലേ ഇംഗ്ലീഷിൽ? അങ്ങനെ അക്നോളജ്മെന്റ് ഓഫ് ദി ട്രൂത്ത്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ 2 കാര്യം ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കാം. നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ അല്ലെ നമ്മൾ ചർച്ച കൂടി വരുമ്പോൾ 2 കാര്യത്തിൽ നമ്മൾ ഗ്രോ ചെയ്യണം, ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ പർപ്പസ് മീറ്റ് ചെയ്യുന്നില്ല. അത് ദൈവം അത് ചെയ്യും, തീർച്ചയായിട്ടും ചെയ്യും. 1 ദി നോളജ് ഓഫ് ദി ട്രൂത്തും, 2 വി ഹാവ് ടു ഗ്രോ ഇൻ ദി ഫെയ്ത്ത്. അല്ലെങ്കിൽ വിശ്വാസത്തിൽ നമ്മൾ വളർച്ച പ്രാപിച്ചില്ലെങ്കിൽ നമുക്ക് ജീവിതം ജീവിക്കാൻ ബുദ്ധിമുട്ടാവും. കാരണം ഇത് ജസ്റ്റ് ഷാൽ ലിവ് ബൈ ഫെയ്ത്താ. കാരണം പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോട് കൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇന്ന് ഞാൻ ജീവിക്കുന്നതോ നമ്മുടെ ജോലിയിലെ ശമ്പളം കൊണ്ടോ അല്ലെ പൈസ കൊണ്ടൊന്നും അല്ല. അത് നമുക്ക് തോന്നുന്ന നടക്കത്തില്ല. ആപത്ത് കാലത്ത് സമ്പത്ത് പ്രയോജനപ്പെടുത്തില്ല, അങ്ങനെ ജീവിക്കാൻ പറ്റത്തില്ല. ഇന്ന് ഞാൻ ജീവിക്കുന്നതോ ദൈവപുത്രനിലുള്ള വിശ്വാസം കൊണ്ടാണ്. നമുക്ക് അങ്ങനെയല്ലാതെ ജീവിക്കാൻ പറ്റില്ല. നമുക്ക് അത് മനസ്സിലാകാത്തതുകൊണ്ടാണ്. കർത്താവ് പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈവൻ ഡെയിലി ലൈഫ്, നമ്മുടെ ഒരു ദിവസത്തെ ജീവിതം അത് കർത്താവിലുള്ള വിശ്വാസം കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പം മോർ വി ആർ ഹാവിങ് ഫെയ്ത്ത്, മോർ സ്മൂത്ത് അവർ ലൈഫ് വുഡ് ബി. കാരണം നമ്മൾ വിശ്വാസം വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ ജീവിതം
കംഫർട്ടബിളായിട്ട് അല്ലെങ്കിൽ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കും ക്രിസ്ത്യ ജീവിതത്തിൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിൽ വർധനവും ദി നോളജ് ഓഫ് ദി ട്രൂത്തും ലിങ്ക്ഡ് ടുഗദർ. കാരണം നമുക്ക് സത്യത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മുടെ വിശ്വാസം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കും. കാരണം ബൈബിൾ സത്യം, ദൈവത്തിന്റെ ക്യാരക്ടർ, ദൈവം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും തോറും നമ്മുടെ വിശ്വാസം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് അത് നമ്മൾ ചിന്തിച്ചു വിശ്വാസവും പരസ്പര സ്നേഹവും ആൻഡ് നോളജ് ഓഫ് ദി ട്രൂത്ത്. നോളജ് ഓഫ് ദി ട്രൂത്ത് എന്ന് പറയുന്നത് ഒരു ഹെഡ് നോളജ് അല്ല, ദി സബ്ജക്റ്റിംഗ് ടു ദി ട്രൂത്ത് അല്ലെങ്കിൽ ഒബീഡിയൻസ് ഓഫ് ദി ട്രൂത്ത്. ഈ 1 Peter 1:22 വായിക്കുന്നു. 1 Peter 1:22 അതൊന്ന് ഇംഗ്ലീഷ് വായിക്കാം. Since you have purified your souls in obeying the truth through the Spirit, in sincere love of the brethren, love one another fervently with a pure heart. അതെ, മലയാളം നോക്കുമ്പോൾ നിർവ്യാജമായ സഹോദര സ്നേഹത്തിനായി സത്യത്തോടുള്ള അനുസരണം മൂലം നിങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിച്ച് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്ന് നിങ്ങൾ അന്യോന്യം സ്നേഹിക്കുക. അതെ, അപ്പൊ ഇതില് ഞാൻ ഈ ട്രാൻസ്ലേഷൻ വായിക്കുന്നത് ഇത്തിരി മനസ്സിലാവും. 1:22 നമ്മൾ വായിക്കുന്നത്, സിൻസ് യു ഹാവ് ഇൻ ഒബീഡിയൻസ് ടു ദി ട്രൂത്ത് പ്യൂരിഫൈഡ് യുവർ സോൾസ്. അപ്പൊ നമുക്കറിയാവുന്ന ഇത് ഒരു സ്ഥലത്ത് എഴുതിയേക്കുന്ന കാര്യങ്ങളല്ല. ബിക്കോസ് ഓഫ് യുവർ വേർഡ് യു ആർ ഓൾ ക്ലീൻ. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മുടെ ക്ലീൻസിങ് നടക്കത്തില്ല. ദി മോർ യു ആർ ഒബീഡിയന്റ് ടു ദി വേർഡ് മോർ യു ആർ ക്ലീൻ. അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള നോക്ക് ആദാമ്യ സന്തതി എല്ലാം സെയിമാ. അതുകൊണ്ട് രക്ഷിക്കപ്പെടുമ്പോൾ എല്ലാവരുടെയും കണ്ടീഷൻ സെയിമാ. അതുകൊണ്ടാണ് ഇപ്പോൾ നവജാതരായ ശിശുക്കളെ പോലെ സർവ്വദുഷ്ടതയും സർവ്വകാപട്യവും ഇതെല്ലാം ഉണ്ട് രക്ഷിക്കപ്പെടുന്നത്. സർവ്വദുഷ്ടതയും സർവ്വകാപട്യവും സർവ്വവഞ്ചനയും സർവ്വവ്യാജഭാവവും നുണയും കള്ളത്തിനും ഇതെല്ലാം ഉപേക്ഷിച്ച് രക്ഷയിലേക്ക് വളർന്നു വരുന്നത്. ദി മോർ യു ആർ ഒബീഡിയന്റ് ടു ദി വേർഡ് ഓൺലി ആൻഡ് ഓൺലി ടു ദാറ്റ് എക്സ്റ്റെന്റ് വി ആർ ക്ലീൻസ്ഡ്. അത് എഴുതിയിരിക്കുന്നത്, സിൻസ് യു ഹാവ് ഇൻ ഒബീഡിയൻസ് ടു ദി ട്രൂത്ത് പ്യൂരിഫൈഡ് യുവർ സോൾസ് ഫോർ എ സിൻസിയർ ലവ് ഓഫ് ദി ബ്രദറൻ ഫെയർവെല്ലി ലവ് വൺ അനദർ ഫ്രം ദി ഹാർട്ട്. അപ്പം നമ്മൾ ആദ്യം ചിന്തിച്ചു വിശ്വാസത്തിലും സ്നേഹത്തിലും വർദ്ധിക്കണം. നമ്മൾ വിചാരിക്കുന്ന പോലെ സ്നേഹത്തിൽ വർദ്ധിക്കത്തില്ല. നോ, ഇറ്റ്സ് ഇംപോസിബിളാ. സ്നേഹം ദൈവം തരുന്ന, അത് നമ്മൾ വായിക്കുന്ന റോമാലേഖനത്തിലൊക്കെ വായിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നൽകുന്ന സ്നേഹം. നമ്മൾ എത്രത്തോളം ദൈവവചനത്തെ ഭയത്തോടെ അനുസരിക്കുന്നു അത്രത്തോളം മാത്രമേ ദൈവം തരുന്ന സ്നേഹം അല്ലെങ്കിൽ അഗാപ്പെ ഉണ്ടാകത്തുള്ളൂ. അത് വെറും കാർണൽ അല്ലെങ്കിൽ ലോകപ്രകാരമുള്ള സ്നേഹം, എന്താ പറയുന്നത്, സ്പെസിഫിക് ലവ് അല്ലെങ്കിൽ കോൺസെൻട്രേറ്റഡ് ലവ്, ദൈവത്തിന്റെ സ്നേഹം പോലെയുള്ള ആ ഒരു ദൈവസ്നേഹം നമ്മുടെ ഉള്ളില്. അതുകൊണ്ടാണ് ദി മോർ യു ആർ ഒബീഡിയന്റ് ടു ദി വേർഡ് ദി മോർ യു ഹാവ് ദി ക്രിസ്ത്യൻ വെർച്യൂസ്, അല്ലെങ്കിൽ ക്രിസ്തീയ ഗുണങ്ങൾ ഉണ്ടാവും. അല്ലാതെ ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധാരണക്കാരുടെ സ്നേഹം പോലെയുള്ള സ്നേഹം ഉണ്ടാകത്തുള്ളൂ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൂടി വരുമ്പോൾ, അതായത് ഹൃദയത്തിന്റെ ആഴങ്ങളിൽ നിന്നുള്ള സ്നേഹം വേണമെന്ന് ദൈവം കൽപ്പിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നോക്ക്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി എന്തെങ്കിലും കുഴപ്പം പറയും, ആള് ശരിയല്ല എന്ന് പറയും, ആള് നല്ലതാന്ന് പറയും, ചീത്തയാന്ന് പറയും. ദൈവം ആഗ്രഹിക്കുന്നത് പിതാവും മക്കളെ സ്നേഹിക്കുന്ന പോലെ എങ്കിലും, അല്ലെങ്കിൽ നമ്മൾ അതുകൊണ്ട് കർത്താവ് എപ്പോഴും ഈ ഡൊമസ്റ്റിക് എക്സാമ്പിൾ സൈറ്റ് ചെയ്തേക്കുന്നത്. അപ്പനും അമ്മയ്ക്കും മക്കളോടുള്ള സ്നേഹം പോലെയുള്ള സ്നേഹം അത് മോസ്റ്റ്ലി അൺസെൽഫിഷ് ആയിട്ടുള്ള ഒരു ലവാണ്. പെറ്റമ്മയ്ക്ക് കുഞ്ഞിനെ മറക്കാൻ പറ്റുമോ? അതൊന്നും അൺസെൽഫിഷാണ്. ഒന്നും ഇങ്ങോട്ട് കിട്ടുമെന്ന് വിചാരിച്ചിട്ടല്ല കുഞ്ഞിനെ ശുശ്രൂഷിക്കുന്നത്, സ്നേഹിക്കുന്നത്. അങ്ങനെയുള്ളൊരു സ്നേഹം നമ്മൾ ഉണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ ഡെമോണിക് ക്യാരക്ടറാണ് നമ്മുടെ ഉള്ളിലുള്ളത്. അങ്ങനൊരു അൺസെൽഫിഷ് ലവ് നമ്മൾ കൾട്ടിവേറ്റഡ് ആകുന്നത് ഈ കർത്താവിന്റെ വചനത്തോടുള്ള ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നാണ്. ദി മോർ യു ആർ ലവിങ് ദി ലോഡ് മോർ യു വിൽ ബി ഒബീഡിയന്റ് ടു ദി ലോഡ്. കർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ റിലക്റ്റന്റ് ആയിരിക്കും. നമ്മൾ നീതിയെ സ്നേഹിക്കുന്നവരും ദുഷ്ടതയെ വെറുക്കുന്നവരുമായി തീർന്നുകൊണ്ടേയിരിക്കും. അപ്പൊ നമുക്ക് ദൈവം ആഗ്രഹിക്കുന്ന സ്നേഹം ഉണ്ടാവും. ദൈവം ആഗ്രഹിക്കുന്ന സ്നേഹം ഉണ്ടാകുമ്പോൾ അതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് ഫെയ്ത്തും ഉണ്ടാവും. കാരണം ഫെയ്ത്ത് നമ്മുടെ ജീവിതത്തില്, ഫെയ്ത്ത് എന്ന് പറയുന്നത് എഗെയിൻ ഈ ദൈവവചനത്തോടുള്ള അനുസരണം കാണുമ്പോൾ ദൈവം തരുന്ന ഫെയ്ത്ത് ഉണ്ട്. അത് നമ്മൾ റോമൻസ് 12:3 വായിക്കുന്നത്. ഒന്ന് വായിക്കുന്നത്, എനിക്ക് ലഭിച്ചിരിക്കുന്ന കൃപയാൽ ഞാൻ നിങ്ങൾ ഓരോരുത്തരോടും അനുശാസിക്കുന്നു, ഉള്ളതിലധികം വലിമ സ്വയം ഭാവിക്കരുത്. പ്രത്യുത
ദൈവം തനിക്ക് നൽകിയിരിക്കുന്ന വിശ്വാസത്തിന്റെ തോതനുസരിച്ച് പക്വതയോടെ സ്വയം വിലയിരുത്തുക. അതെ, അപ്പൊ നോക്ക്, ഈ രക്ഷയ്ക്ക് നിദാനമായിട്ടുള്ള ഫെയ്ത്ത് അത് ദൈവം തരുന്നതല്ല, അത് നമ്മൾ വിശ്വസിക്കുന്നു. അതായത് നമ്മൾ വിശ്വാസത്തിലോട്ട് പ്രവേശിച്ചേക്കുന്നത്, നമ്മൾ വിശ്വാസം മുഖാന്തരമാണ് ദൈവകൃപയിലേക്ക് വിശ്വസിക്കുന്നത്. കാരണം ദൈവം കുറച്ച് പേർക്ക് വിശ്വാസം കൊടുത്ത് കുറച്ച് പേർക്ക് കൊടുക്കാതിരിക്കത്തില്ല. അതൊരു നമ്മൾ അക്സെപ്റ്റ് ചെയ്യാത്ത ഒരു ഡോക്ടറിനാണ്. ഇനിയിപ്പോൾ ആസ് എ ചർച്ച് വി ആർ നോട്ട് അക്സെപ്റ്റിംഗ് ഇറ്റ്. അതായത് കൃപയാലല്ല വിശ്വാസം കിട്ടിയേക്കുന്നത്, വിശ്വാസം കിട്ടുമ്പോഴേ കൃപ കിട്ടുന്നത്. റോമൻസ് 5:2 ദാറ്റ് ഈസ് ഓൺലി വേർഡ്. അതെല്ലാവരും ഓർത്തിരിക്കേണ്ട ഒരു വേർഡാണ്. കാരണം എന്തെങ്കിലും നമ്മൾ എന്താ പറയുന്നത്, ഒരു സസ്പെൻസിൽ ജീവിക്കേണ്ടവരല്ല. അവർ ഫെയ്ത്ത് മസ്റ്റ് ബി സപ്പോർട്ടഡ് ബൈ സ്ക്രിപ്ചർ. റോമൻസ് 5:2 അവനിലൂടെ ഈ കൃപയിലേക്ക് വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചു. അങ്ങനെ ഇംഗ്ലീഷോടെ ചോദിച്ചു. Through whom also we have access by faith into this grace. അതെ, we have access to the grace by the faith. അത് ഒരു സ്ഥലത്തല്ല, പല സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ഡയറക്റ്റ് അങ്ങനെ എഴുതിയിട്ടില്ല. നമ്മളിപ്പോൾ ഈവൻ എഫേഷ്യൻസ് എടുത്താൽ എഫേഷ്യൻസ് 2 എന്ന് വായിക്കും, ഇംഗ്ലീഷ് 2:8-9 ഒക്കെ വായിച്ചാൽ വിശ്വാസം മൂലം കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. യു ആർ പ്രിസർവ്ഡ് ബൈ ഗോഡ് ത്രൂ ഫെയ്ത്ത് എന്ന് വായിച്ചത്. For through him we both have access by one Spirit to the Father. 2:8 Ephesians. For by grace you have been saved through faith. അതെ, you have been saved by grace, but it is through faith. Then Romans 4:16. കാരണം ഇതൊക്കെ നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങളായിരിക്കണം. കാരണം ഇതിനെല്ലാം ഓപ്പോസിറ്റ് ഡോക്ട്രിൻസും പ്രമാണങ്ങളുണ്ട്. anyway we are not accepting it. വായിച്ചു. Therefore, it is of faith that it might be according to grace. Yeah, it might be by faith, it is according to faith. അതായത് വിശ്വസിച്ച് കഴിയുമ്പോൾ ദൈവം കൃപയാൽ, നമ്മുടെ കഴിവുകൊണ്ടല്ല, കൃപയാൽ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ചെയ്യുന്നില്ല, ദൈവം തരുന്ന, ബട്ട് വിശ്വസിക്കുന്നവർക്ക് ദൈവം അത് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ദൈവത്തിന്റെ വാഗ്ദാനം, മലയാളം നോക്കി 4:16, റോമൻസ് 4:16. അതുകൊണ്ടാണ് വാഗ്ദാനം വിശ്വാസത്തിൽ ഉറപ്പിച്ചിരിക്കുന്നത്. വാഗ്ദാനം വിശ്വാസത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. അങ്ങനെ വാഗ്ദാന പൂർത്തീകരണം കൃപയായി ഉണ്ടാകുന്നു. അതെ, വാഗ്ദാന പൂർത്തീകരണം കൃപയായിട്ട് ഉണ്ടാകുന്നു. അപ്പോൾ വാഗ്ദാന പൂർത്തീകരണം എന്ന് പറയുന്നത്, ഈ വാഗ്ദാനത്തെ ഉറപ്പിച്ചിരിക്കുന്നത് വിശ്വാസത്തിലാണ്. വിശ്വസിക്കുന്നത് അത് കൃപ കിട്ടും, വിശ്വസിച്ചില്ലേ കൃപ കിട്ടത്തില്ല. അതിനകത്ത് ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യുവർ ഡിസിഷൻ. അതുകൊണ്ട് ദൈവം നീതിമാനാണ്, ദൈവത്തിന് മുഖപക്ഷയില്ല. തന്നെ കൈക്കൊണ്ട് തന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ ദൈവം അധികാരം കൊടുത്തിരിക്കുന്നു. ബൈബിൾ ത്രൂ ഔട്ടുള്ള കാര്യം, എവിടെയെല്ലാം അത് എഴുതിയിട്ടുണ്ട്, അവിടെയെല്ലാം ത്രൂ ഫെയ്ത്ത് എന്ന് എഴുതിയിട്ടുണ്ട്. ദെൻ 1 Peter 1:9 വായിക്കുമ്പോൾ, മലയാളം നോക്കില്ലോ. അങ്ങനെ വിശ്വാസത്തിന്റെ ഫലമായി നിങ്ങളുടെ ആത്മാക്കൾ രക്ഷ നേടുന്നു. അതെ, അങ്ങനെ വിശ്വാസം, ഞാൻ എല്ലാം വായിക്കുന്നത് വേറെവർ ഇത് എഴുതിയിട്ടുണ്ട്, അവിടെ എല്ലാം ഫെയ്ത്ത് എന്നുള്ള വേർഡ് എഴുതിയിട്ടുണ്ട്. ഫെയ്ത്ത് എന്ന് പറയുന്നത് അത് നമ്മളാണ് തീരുമാനിക്കുന്നത്, വിശ്വസിക്കണോ വിശ്വസിക്കണ്ടോ. നമ്മൾ വേറൊരു സ്ഥലത്ത് ഇഫ് യു ആർ ഗോയിങ് ടു Acts 13 എടുക്കുമ്പോൾ, അപ്പം ഇതില് കാരണം നമ്മളിത്തിരി ഈ സത്യത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലൂടെ നമ്മൾ വിശ്വാസത്തിൽ വർധന വരുള്ളൂ. ഇത് സത്യത്തെക്കുറിച്ചുള്ള പരിജ്ഞാനം നമ്മൾ ചിന്തിക്കുന്നത്. എൻ്റെ 44 തുടങ്ങി വായിക്കുമ്പോൾ ഞാൻ വായിക്കാം. പിന്നത്തെ ശാബത്ത് ദിവസം, ഇതൊരു ഭയങ്കര ഒരു കോൺട്രവേഴ്സി ഇല്ല, ബട്ട് ഒരു കോൺട്രവേഴ്സി ആയിട്ട് പറയുന്ന ഒരു സ്ഥലം. പിന്നത്തെ ശാബത്ത് ദിവസം ഏറെ കുറെ നഗരവാസികൾ മുഴുവൻ കർത്താവിന്റെ വചനം കേൾക്കാൻ ഒരുമിച്ച് കൂടി. ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ യഹൂദർ അസഹിഷ്ണുക്കളായി. പൗലോസ് പറഞ്ഞ കാര്യങ്ങളെ അവർ എതിർക്കുകയും അയാളെ അവഹേളിക്കുകയും ചെയ്തു. പൗലോസും ബർന്നബാസും സധൈര്യം അവരോട് പറഞ്ഞു. ഇത് ശ്രദ്ധിക്കണേ, ഇത് യഹൂദരോട് പറഞ്ഞ ദൈവവചനം ആദ്യമായി നിങ്ങളോടാണ് പ്രസംഗിക്കേണ്ടത്. എന്നാൽ നിങ്ങൾ അത് നിരാകരിക്കുകയും നിത്യജീവന് നിങ്ങളെ അനർഹരാക്കി തീർക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇതാ ഞങ്ങൾ വിജാതിയരിലേക്ക് തിരിയുന്നു. ചിലർ ഇത്ര മാത്രം വായിച്ചു നിർത്തും, ബട്ട് നമുക്കിത് മുഴുവൻ വായിച്ചു പറ്റും. കാരണം കർത്താവ് ഞങ്ങളോട് ഇപ്രകാരം കൽപ്പിച്ചിരിക്കുന്നു, ഭൂമിയുടെ അറ്റം വരെ രക്ഷ എത്തിച്ചു കൊടുക്കാൻ വിജാതിയർക്ക് ഒരു വെളിച്ചമായി നിന്നെ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. വിജാതിയർ ഇത് കേട്ട് സന്തോഷിച്ചു, കർത്താവിന്റെ വചനത്തെ വാഴ്ത്തി. നിത്യജീവന് നിയോഗിക്കപ്പെട്ടവരെല്ലാം വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു. കർത്താവിന്റെ വചനം എല്ലാ പ്രദേശങ്ങളിലും പ്രചരിച്ചു. ഇവിടെ ഈ സെക്കൻഡ് പാർട്ട്
ഒരു സംശയം, അതിനകത്തൊരു സംശയമില്ല. നിത്യജീവന് നിയോഗിക്കപ്പെട്ടവരെല്ലാം വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെ പറയും, നിത്യജീവന് നിയോഗിക്കപ്പെടാത്തവരാരും വിശ്വാസം സ്വീകരിക്കുന്നു. അതായത് നിത്യജീവന് നിയോഗിക്കപ്പെട്ടവര് എന്ന് പറയുന്നത് വിശ്വാസം സ്വീകരിച്ചവരത് വളരെ സിമ്പിൾ. അത് അതിനകത്ത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നിത്യജീവന് നിയോഗിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുയേശുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെന്ന് പറയുന്നവര് ഈ ഫ്രീ വില്ല് ഉപയോഗിച്ച് ആ വിശ്വാസം സ്വീകരിച്ചവരെ നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവർ. ഇപ്പം ആദത്തെ സൃഷ്ടിച്ചപ്പോൾ ഔവ ആദത്തിലുണ്ടായിരുന്നു. അബ്രാഹം മെൽക്കിസദേക്കിന് ദശാംശം കൊടുക്കുമ്പോൾ ലേവി അബ്രാഹത്തിലുണ്ട്. സെയിം വേ ലോകസ്ഥാപനത്തിന് മുമ്പേ സൃഷ്ടിക്കപ്പെട്ടു, ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുക്കപ്പെട്ടു. ബട്ട് അതിലേക്ക് നമുക്ക് പ്രവേശനം കിട്ടിയത് വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം കിട്ടി. ഇത്രേ ഉള്ളൂ. ഇതിനകത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമുള്ളൂ. ആ നിത്യജീവനിലേക്ക് നമുക്ക് വിശ്വാസത്താൽ ഓക്കെ. ഇലക്ട് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇലക്ട് എന്ന് പറയുമ്പോൾ, ഇലക്ഷൻ എന്ന് പറയുമ്പോൾ അതൊരു സർട്ടൺ കണ്ടീഷനിലാണ് ഇലക്ഷൻ നടക്കുന്നത്, അൺകണ്ടീഷനിലല്ല ഇലക്ഷൻ. കാരണം ആ ഇലക്റ്റഡ് ആകുന്ന ആൾ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളാണ്. സർട്ടൺ കണ്ടീഷൻസ് ഫുൾഫിൽഡ് ആകുമ്പോഴാണ് ഒരാൾ ഇലക്റ്റഡ് ആകുന്നത്. സെയിം വേ അപ്പൊ നമ്മൾ ഈ സത്യത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലൂടെ നമ്മുടെ വിശ്വാസം വർദ്ധിക്കും. അതിനുവേണ്ടി നമ്മൾ ഇതിന്റെ ഈ ഇങ്ങനെയുള്ള കോൺട്രവേഴ്ഷ്യൽ പോയിന്റ്സ് ഇടയ്ക്ക് നമ്മളൊന്ന് ചിന്തിക്കുന്നത്. അപ്പൊ ഇതില് വിശ്വാസത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഒക്കെ, മോശ ഈജിപ്തിൽ നിന്ന് പോകുന്നു മോശയുടെ നേതൃത്വത്തിൽ അവർ ഇക്കരെ കടന്നു കഴിഞ്ഞ് നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അതില് അവർക്ക് കാനാനിൽ പ്രവേശിക്കാൻ പറ്റാത്തതിന്റെ റീസൺ അവര് വിശ്വസിക്കാതിരുന്നുകൊണ്ട്. അത് യൂദായുടെ കഴിഞ്ഞിട്ട് നമ്മളൊന്നും അത് പലപ്പോഴും ആരും പഠിപ്പിക്കുകയും ചിന്തിക്കുകയും ചെയ്യാത്ത. ബട്ട് ഇതിനകത്ത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമില്ല, സിമ്പിൾ ആയിട്ടുള്ള കാര്യം. നമ്മൾ കുറേ നാൾ യൂദായുടെ ലേഖനം പഠിച്ചിട്ടുമുണ്ട്. കാരണം ഒരു പേജ് ഉള്ളെങ്കിലും വി ഹാവ് ടേക്കൻ സോ മെനി മന്ത്സ്. അതിന്റെ 5 തുടങ്ങി വായിക്കുമ്പോൾ ബഹുന്ന് വായിക്കും. നിങ്ങളെ ഒരിക്കൽ എല്ലാം പൂർണ്ണമായി അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇവ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈജിപ്ത് ദേശത്ത് നിന്ന് ഒരു ജനതയെ രക്ഷിച്ചവൻ തന്നെ പിന്നീട് വിശ്വസിക്കാതിരുന്നവരെ ശിക്ഷിച്ചു. അതെ, സിമ്പിൾ. ഈജിപ്തിൽ നിന്ന് ഒരു ജനതയെ രക്ഷിച്ചവൻ തന്നെ പിന്നീട് വിശ്വസിക്കാതിരുന്നവരെ ശിക്ഷിച്ചു. നമ്മൾ കർത്താവ് യേശുക്രിസ്തുവിന്റെ വിശ്വാസം രക്ഷിക്കപ്പെട്ടിരിക്കുന്നവരപ്പോൾ നമ്മൾ വി ഹാവ് ടു ട്രസ്റ്റ് ദി ലോർഡ് ടിൽ ഡെത്ത്. പിന്നീട് വിശ്വസിക്കാതിരുന്നാൽ ഈ ദൈവം നമുക്ക് നൽകിയ രക്ഷ ദൈവം എടുത്തു കളയും. അപ്പോസ്തലനായ പൗലോസ് പറയും, ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞത് ഞാൻ എന്നെ തന്നെ കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ തന്നെ അയോഗ്യനായിത്തീരും. അങ്ങനൊരു ഇടയ്ക്കിങ്ങനെ വിശദീകരിക്കുന്നത് കേട്ടിട്ട് പൗലോസ് പറയുന്നുണ്ട്, മറ്റുള്ളവരോട് പ്രസംഗിച്ച് ഞാൻ എന്നെ തന്നെ കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ അയോഗ്യനായിത്തീരും. അത് കഴിഞ്ഞിട്ട് പൗലോസ് അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്താ, അല്ലെങ്കിൽ അതിന് പ്രൂഫായിട്ട് പറയുന്ന കാര്യം, ഇനി അത് തെളിയിക്കാനായിട്ട് നോക്ക്. പൗലോസിന്റെ റൈറ്റിങ്സ് എടുത്താൽ അത് ഇതുപോലെ തന്നെ ആയിരിക്കും നമ്മളും വചനം പഠിക്കുന്നത്. അതെ, അത് കഴിഞ്ഞിട്ട് ആ ഇസ്രായേൽക്കാരുടെ കണ്ടീഷനെ പറയുന്നത്, മോശയോടുകൂടെ അവർ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു, അവർ മേഘത്തിന് കീഴിലായിരുന്നു, അവർ സ്നാനപ്പെട്ടു. നമ്മൾ നിന്ന് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന കാര്യം, വെള്ളത്തിൽ സ്നാനപ്പെടുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ്, എങ്കിലും അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല. അവർ മരുഭൂമിയിൽ അവരുടെ ജഡം ചിതറിക്കപ്പെട്ടു, എല്ലാ നാശങ്ങളും സംഭവിച്ചു. ഇത് നമുക്കൊരു പാഠമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്നു, നമുക്ക് പഠിക്കാനായിട്ട് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പം നമ്മൾ അറിയേണ്ട ഒരു കാര്യം നോക്കി, ഈ ഇന്നത്തെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകം പ്രാപിച്ചു, അത് രക്ഷിക്കപ്പെട്ടു, പാസ്റ്റ് ടെൻസ് ആയിട്ട് ഉപയോഗിക്കുന്നു. നോക്ക്, നമ്മൾ നമ്മുടെ വിശ്വാസത്തിൽ അനുദിനം ശോധന ചെയ്ത് മാനസാന്തരപ്പെട്ട് കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ ഓടിയെത്തില്ല. ദൈവത്തിന്റെ യൂദ അത് തന്നെ പറഞ്ഞത്. അതായത് ഈജിപ്തിൽ നിന്ന് രക്ഷിച്ച ആ ദൈവം പിന്നീട് വിശ്വസിക്കാതിരുന്നവരെ നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ ഇതില് അറിയേണ്ട ഒരു കാര്യം, ഈ നമ്പേഴ്സ് 14 എടുക്കുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്, ചെയ്യരുതെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം ചെയ്താൽ നമുക്ക് ഭയങ്കര മനസാക്ഷി കിട്ടാം അല്ലേ? പക്ഷെ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ചെയ്യാതിരുന്ന അത്രയും പ്രശ്നമില്ല. ഈ നമ്പേഴ്സ് 14 എന്ന് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ. അപ്പൊ നമ്മൾ കർത്താവിൽ വിശ്വസിച്ചു, നമ്മൾ കുഞ്ഞാടിന്റെ രക്തം തളിക്കപ്പെട്ട് രക്ഷിക്കപ്പെട്ടു. അതുകൊണ്ടാണ് സാൽവേഷൻ ബൈ സാങ്ക്ടിഫിക്കേഷൻ എന്നൊരു വേർഡുണ്ട് ഇല്ലേ? നമ്മളെന്നും പറയുന്നത് അതെവിടെയാന്ന് പറയാം, ഓർക്കണം, തെസ്സലോനിയൻസിൽ. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ഈ സാൽവേഷൻ ഈസ് ഓൾവേസ് ബൈ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ഗ്രോത്താ. അല്ലാതെ ഒരു കുഞ്ഞുണ്ടായി അവിടെ കിടന്നാൽ അത് പ്രശ്നമാണ്. സെയിം വേ
ക്രിസ്ത്യാനിറ്റിയിൽ നമ്മൾ 40 നാൾ വളർന്നേ പറ്റൂ. അതിനുള്ള കമ്മിറ്റ്മെന്റ് നമുക്കുണ്ട്. അത് രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ് നമ്മൾ നടക്കുവാണ്. നമുക്ക് ക്രിസ്ത്യാനിറ്റി നമ്മുടെ ഡെയിലി ജീവിതത്തിൽ നമ്മൾ കൂടെ കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണോ, അതെയോ നമ്മൾ ക്രിസ്ത്യൻ ജീവിതത്തിൽ കൂടെ കൊണ്ടു നടക്കുന്നതാണ് നമ്മുടെ മറ്റുള്ള ആക്ടിവിറ്റീസ്? അവനെ തന്നെ ജഡ്ജ് ചെയ്താൽ മതി. നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കുന്നു, ആ കൂടെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങൾ ജീവിക്കുന്ന കൂടെ കർത്താവിനെയും കൊണ്ടു നടക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി വിൽ നോട്ട് റീച്ച് ദി ഗോൾ. അതായത് കർത്താവിന് വേണ്ടി ജീവിക്കുന്നു, ആ കൂടെ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, പിള്ളേരെ വളർത്തുന്നുണ്ട്, വീട് വയ്ക്കുന്നുണ്ട്, എല്ലാം ശരിയാ. ബട്ട് അല്ലാതെ നമ്മളിതെല്ലാം ചെയ്യുന്ന കൂട്ടത്തിൽ ഇതൊരു സൈഡ് ബിസിനസ് ആയിട്ട് കൊണ്ടുനടക്കുന്നെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളവിടെ എത്തിപ്പെടില്ല. നമുക്ക് ആ ദിവസം അനേകര് കർത്താവ് രക്ഷിക്കപ്പെട്ടവരെ ക്ലാസിഫൈ ചെയ്തേക്കുക. രക്ഷിക്കപ്പെട്ടവർ ഇൻ ദി സെൻസ് കർത്താവെ എന്ന് എന്നെ വിളിക്കുന്നവരെ കർത്താവ് രണ്ടാക്കി. ഒന്ന് ഫ്യൂ, ഒന്ന് മെനി. ഫ്യൂ വിൽ ബി സേവ്ഡ്, മെനി വിൽ കം ആൻഡ് സേവ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ലോർഡ് സപ്പറിൽ എല്ലാ ആഴ്ചയും നടത്തുന്നുണ്ട്. ലോർഡ് സപ്പറിന്റെ നടുക്ക് എഴുതിയിരിക്കുന്ന ഒരു വേർഡുണ്ട്, നിങ്ങളെ തന്നെ ശരിയായി വിധിച്ചാൽ കർത്താവിനെ പണി ചെയ്യേണ്ടി വരില്ല. നമ്മളോട് കമ്പാഷനേറ്റ് ആയിട്ടും അലുവോടും കൂടി നമ്മൾ വിധിച്ചാൽ കർത്താവ് ന്യായമായിട്ട് വിധിക്കത്തുള്ളൂ. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വിധിച്ചാൽ വാട്ട് ഫോർ വി ആർ ലീവിങ്. പൗലോസ് തിമോത്തിയോസിനോട് ചോദിക്കുക, എൻ്റെ ജീവിത ലക്ഷ്യം നിനക്ക് അടുത്തറിയാമില്ല. ഇപ്പം നമ്മുടെ വീട്ടിൽ പിള്ളേരുടെ മുമ്പിലാണ് നമ്മുടെ പേരൻസ് ജീവിക്കുന്നത്. ആസ് പേരൻസ്, അപ്പനും അമ്മയും ചിന്തിക്കേണ്ട ഒരു കാര്യം, അപ്പൻ്റെ അമ്മയുടെയും ജീവിതത്തെക്കുറിച്ച് മക്കളുടെ സാക്ഷി എന്താ? ദാറ്റ് ഈസ് എ ട്രൂ ടെസ്റ്റിമണി. കാരണം നാട്ടുകാരുടെ ഒന്നും ടെസ്റ്റിമണി നോക്കണ്ട. നമ്മുടെ അപ്പനും അമ്മയുടെയും ജീവിതത്തിൽ, എൻ്റെ അപ്പനും അമ്മയ്ക്കും ദേ ആർ ലിവിങ് വിത്ത് ഓൺലി വൺ ആംബിഷൻ. അവർക്ക് കർത്താവിന് വേണ്ടി ജീവിക്കുക എന്ന് മാത്രമേ ഒരു ലക്ഷ്യമുള്ളൂ. അവർക്ക് പൈസ ഉണ്ടാക്കാനോ, ലോകത്തിൽ പൈസ ഉണ്ടാക്കാനോ, ലോകത്തിലെ സമ്പത്തിനെ കുറിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിക്കാൻ വേണ്ടി പൈസ വേണം, കാര്യങ്ങളൊക്കെ വേണം. ബട്ട് എൻ്റെ അപ്പനും അമ്മയ്ക്കും കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ള ഏക ലക്ഷ്യത്തിൽ ജീവിക്കുന്നതാണ് എൻ്റെ അപ്പനും അമ്മയും എന്ന് മക്കൾക്കൊരു സാക്ഷിയില്ലെങ്കിൽ ഇറ്റ്സ് എ ഫെയിൽഡ് ക്രിസ്ത്യൻ ലൈഫ്. അത് ക്രിസ്ത്യൻ ലൈഫ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല. കാരണം അതാ ട്രൂ ടെസ്റ്റിമണി. നമ്മൾ വേറെ എന്തിനു വേണ്ടി ജീവിക്കുന്നവരാ. നമുക്ക് അവനോ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ മക്കൾ നമ്മളെക്കുറിച്ച് എന്ത് പറയും? മക്കൾക്ക് നമ്മളൊരു ദ്രവ്യാഗ്രഹി, ഒരു പിശുക്കൻ, പണത്തെ സ്നേഹിക്കുന്നവൻ, മക്കളുടെ വെൽഫെയറിനേക്കാൾ താല്പര്യം പൈസ ഉണ്ടാക്കുന്നതിൽ, ഇങ്ങനെയൊക്കെ ആ മക്കളുടെ ടെസ്റ്റിമണി എങ്കിൽ ഷെയിംഫുൾ എന്നേ പറയാൻ പറ്റും. കർത്താവിനെ കണ്ടെത്തിയിട്ടില്ല. നമ്പേഴ്സ് 14:33 വായിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ 40 വത്സരം മരുഭൂമിയിൽ ഇടയന്മാരായിരിക്കും. നിങ്ങളിൽ അവസാനത്തെ വ്യക്തിയുടെ ശവം ഈ മരുഭൂമിയിൽ വീഴുന്നത് വരെ അവർ നിങ്ങളുടെ അവിശ്വാസത്തിന്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യും. ഇത് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ മെനി ടൈംസ് നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് മനസാക്ഷി കുത്തും, ഭയങ്കര ഗിൽറ്റി കോൺഷ്യൻസും ഉണ്ടാവും. ദാറ്റ് ഇസ് ട്രൂ. പക്ഷെ ഇവിടെ പറഞ്ഞേക്കാണ് ആ വിശ്വാസത്തെ ഒരു പോസിറ്റീവ് ആട്രിബ്യൂട്ട്, അതായത് ഒരു ബോണസ് പോലെ ചിന്തിക്കുന്നത്. രക്ഷിക്കപ്പെട്ടവർക്ക് പക്ഷെ ചിലർക്ക് വിശ്വാസം കുറവ്, ചിലർക്ക് വിശ്വാസം കൂടുതൽ. ഈ വിശ്വാസം ഇല്ല എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഈസ് ടു ബി പണിഷ്ഡ് എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇവിടെ എഴുതിയേക്കുന്നുണ്ട്, നിങ്ങളുടെ അവിശ്വാസത്തിന്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യും. അതായത് എവിടെയെല്ലാം അവിശ്വാസം വന്നിട്ടുണ്ട് അതിനെല്ലാം ദൈവം ശിക്ഷിച്ചിട്ടുണ്ട്. നമ്മളതിനെ ലൈറ്റായിട്ട് കാണാം. നമ്മുടെ വിശ്വാസം എങ്ങനെയാണ്? അത് കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതിൻപടി ശരിയാണെന്ന് വിശ്വസിച്ച് അതിനനുസരിച്ച് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെങ്കിലേ നമുക്ക് വിശ്വാസം ഉണ്ടെന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ വിശ്വാസം ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ സക്രിയ ആൻഡ് എലിസബത്ത്, അവർ ദിവസം പ്രാർത്ഥിക്കുമായിരുന്നു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ കുഞ്ഞിനെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് സക്രിയക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഇമ്മീഡിയറ്റ്ലി ദൈവം അതിന്റെ പണിഷ്മെന്റ് കൊടുത്തു. കുഞ്ഞുണ്ടാകുന്നിടം വരെ യു കനോട്ട് ടോക്ക്, അതിന്റെ ശിക്ഷ കൊടുത്തു. ദെൻ ഗോയിങ് ടു ഈ 2 Kings 7 എടുക്കുമ്പോൾ അറിയാൻ സ്ഥലം ഞാൻ മുഴുവൻ വായിക്കുന്നില്ല. അതായത് ഇസ്രായേൽക്കാരുടെ ഇടയിൽ വലിയൊരു ക്ഷാമം വന്നു. അത് വായിച്ചാൽ നമ്മുടെ ഹൃദയം തകർന്നു പോകുന്ന ക്ഷാമം ഉണ്ടോ? അതിൽ ഒരു സ്ത്രീ പറയുന്നത്, ഞാൻ സ്ഥലമൊന്ന് വായിക്കാം, നമ്മൾ അതിന്റെ കണ്ടീഷൻ എന്ന് അറിയാൻ വേണ്ടിയാണ്. അതിന്റെ 6:28 തുടങ്ങി വായിക്കുമ്പോൾ, തുടർന്ന് രാജാവ് അവളോട് ചോദിച്ചു, എന്താണ് നിന്റെ വിഷമം? അവൾ പറഞ്ഞു, അതായത് 2 Kings 6:28,
എന്താണ് നിന്റെ വിഷമം? അവൾ പറഞ്ഞു, ഈ സ്ത്രീ ഇങ്ങനെ എന്നോട് പറഞ്ഞു, നിന്റെ പുത്രനെ തരിക, ഇന്ന് നമുക്ക് അവനെ തിന്നാം, നാളെ നമുക്ക് എൻ്റെ പുത്രനെ തിന്നാം. അങ്ങനെ ഞങ്ങൾ എൻ്റെ പുത്രനെ വേവിച്ച് തിന്നു. പിറ്റേന്ന് ഞാൻ അവളോട് പറഞ്ഞു, നിന്റെ പുത്രനെ തരിക, നമുക്ക് അവനെ തിന്നാം. പക്ഷെ അവൾ തൻ്റെ പുത്രനെ ഒളിച്ചു വെച്ചിരിക്കുന്നു. ആ സ്ത്രീയുടെ വാക്കുകൾ കേട്ടപ്പോൾ രാജാവ് തൻ്റെ വസ്ത്രങ്ങൾ കീറി, ഇതാ രാജാവ് ചാക്കുശീലയാണ് അടിവസ്ത്രമായി ധരിച്ചിരിക്കുന്നതെന്ന് ജനങ്ങൾ നോക്കിക്കണ്ടു. രാജാവ് മതിലിലൂടെ നടക്കുകയായിരുന്നല്ലോ. രാജാവ് പറഞ്ഞു, ശാഫാത്തിന്റെ പുത്രനായ ഏലീശയുടെ ശിരസ് ഇന്ന് അയാളുടെ കഴുത്തിന് മുകളിൽ ഇരിക്കുകയാണെങ്കിൽ ഇതും ഇതിലധികവും ദൈവം എന്നോട് ചെയ്യട്ടെ. ഓക്കെ, ഈ രാജാക്കന്മാരെല്ലാം വിട്ടികളാണ്. കാരണം ഇവർ വിചാരിച്ചേക്കുന്ന ഈ പ്രവാചകന്മാർ പറഞ്ഞിട്ട നാശം വരുന്നെന്ന്. നമുക്ക് പ്രവാചകന്മാർ ദൈവത്തിന്റെ മെസ്സേജ് കൊടുക്കുന്ന ഈ തെറ്റ് ഏറ്റവും ബുദ്ധിമാനായിട്ടുള്ള സോളമന് പറ്റിയിട്ടുണ്ട്. സോളമനോട് പറഞ്ഞു യെറോബയാമിന് രാജാവാക്കാൻ പോവാന്ന് കേട്ടപ്പോൾ സോളമൻ വാസ് ട്രൈയിങ് ടു കിൽ യെറോബയാം. നമുക്ക് ഇവിടെ എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, ദൈവത്തോടുള്ള നമ്മുടെ സത്യമായിട്ടുള്ള റിലേഷൻ പോയാൽ വി വിൽ ഇൻഡൾജ് ഇൻ ഓൾ ഫൂളിഷ്നെസ്. നമ്മുടെ ബുദ്ധിയെല്ലാം പോകും, സുബോധം നഷ്ടപ്പെടും. കാരണം കർത്താവുമായിട്ട് റൈറ്റ് റിലേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബുദ്ധിയുള്ളൂ. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഇതാണ് അവിടുത്തെ ആ ദാരിദ്ര്യത്തിന്റെ നടുക്ക്. അപ്പൊ ഇത് കഴിഞ്ഞപ്പോൾ 7ാം സെന്റൻസ്, 7ാം അധ്യായം. ഏലീശ പറഞ്ഞു, കർത്താവിന്റെ അരുളപ്പാട് കേൾക്കുക. കർത്താവ് അരുൾ ചെയ്യുന്നു, നാളെ ഏതാണ്ട് ഈ നേരത്ത് ഒരിടങ്ങഴി നനുത്ത മാവ് 1 ശേക്കലിനും 2 ഇടങ്ങഴി യവം 1 ശേക്കലിനും ശമരിയായുടെ നഗരവാതിൽക്കൽ വിൽക്കും. രാജാവിന് തന്നെ കൈകൊണ്ട് താങ്ങിയിരുന്ന ഉദ്യോഗസ്ഥ പ്രമാണി ദൈവപുരുഷനോട് ചോദിച്ചു, കർത്താവ് തന്നെ ആകാശത്തിൽ വാതായനങ്ങൾ ഉണ്ടാക്കിയാലും ഇത് സാധ്യമാണ്? ഏലീശ പറഞ്ഞു, നിന്റെ കണ്ണുകൊണ്ട് തന്നെ ഇത് നീ കാണും, പക്ഷെ ഇത് നീ ഭക്ഷിക്കുകയില്ല. പറയാൻ മുഴുവൻ വായിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് അതിന്റെ 16 തുടങ്ങി. ഉടനെ ജനങ്ങൾ പുറത്തു കടന്ന് സിറിയാക്കാരുടെ പാളയം കൊള്ളയടിച്ചു. കർത്താവിന്റെ വചനമനുസരിച്ച് ഒരിടങ്ങഴി നനുത്ത മാവ് 1 ശേക്കലിനും 2 ഇടങ്ങഴി യവം 1 ശേക്കലിനും വിൽക്കപ്പെട്ടു. രാജാവിനെ കൈകൊണ്ട് താങ്ങിയിരുന്ന ആ ഉദ്യോഗസ്ഥ പ്രമാണിയെ രാജാവ് നഗരവാതിലിന്റെ ചുമതല ഏൽപ്പിച്ചു. നഗരവാതിൽക്ക് വെച്ച് ജനങ്ങൾ അയാളെ ചവിട്ടി മെതിച്ച് കടന്നുപോയി. അങ്ങനെ തന്നെ സന്ദർശിക്കാൻ രാജാവ് വന്നപ്പോൾ ആ ദൈവപുരുഷൻ പറഞ്ഞതുപോലെ ആ ഉദ്യോഗസ്ഥൻ മരിച്ചു. കാരണം 2 ഇടങ്ങഴി യവം 1 ശേക്കലിനും 1 ഇടങ്ങഴി നനുത്ത മാവ് 1 ശേക്കലിനും നാളെ ഏതാണ്ട് ഈ നേരത്ത് ശമരിയായുടെ നഗരവാതിൽക്കൽ വിൽക്കും എന്ന് ആ ദൈവപുരുഷൻ രാജാവിനോട് പറഞ്ഞപ്പോൾ ഈ ഉദ്യോഗസ്ഥ പ്രമാണി ദൈവപുരുഷനോട് ഇങ്ങനെ ചോദിച്ചു, കർത്താവ് തന്നെ ആകാശത്തിൽ വാതായനങ്ങൾ ഉണ്ടാക്കിയാലും ഇത് സാധ്യമാണ്? നിന്റെ കണ്ണുകൊണ്ട് തന്നെ ഇത് നീ കാണും, പക്ഷെ ഇത് നീ ഭക്ഷിക്കുകയില്ല എന്ന് ദൈവപുരുഷൻ പറയുകയും ചെയ്തിരുന്നു. തന്മൂലം അയാൾക്ക് ഇത് സംഭവിച്ചു. നഗരവാതിൽക്ക് വെച്ച് ജനങ്ങൾ അയാളെ ചവിട്ടി മെതിച്ചു. അങ്ങനെ അയാൾ മരിച്ചു. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, എലീശായിലൂടെയുള്ള ദൈവവചനത്തെ അവിശ്വസിച്ചതിന് ഹി ഗോട്ട് ദി ക്യാപിറ്റൽ പണിഷ്മെന്റ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ വചനത്തെ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ അവിശ്വാസത്തിന് ശിക്ഷയുണ്ടെന്ന് പലപ്പോഴും നമ്മൾ അറിയുന്നില്ല. മെനി ടൈംസ് സംതിങ് വിച്ച് ഈസ് ഹാപ്പനിങ് ഇൻ അവർ ലൈഫ്, ഇറ്റ് മേ ബി എ പണിഷ്മെന്റ് ഫ്രം ഗോഡ് ഫോർ അവർ ലാക്ക് ഓഫ് ഫെയ്ത്ത്. പക്ഷെ നമ്മളത് അറിയില്ല. അല്ലെ നമ്മുടെ പലപ്പോഴും ചില രോഗങ്ങൾ നമുക്ക് സുഖമാകാത്തത് നമ്മുടെ അവിശ്വാസം കൊണ്ടായിരിക്കും. നോക്ക്, കർത്താവിന്റെ അടിപ്പിണരുകളാൽ നമുക്ക് രോഗസൗഖ്യമുണ്ട്. കർത്താവിന്റെ മരണത്തില് നമ്മളെന്നും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ചില സഭകൾ പഠിപ്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത് ഇത് ആത്മാവിന്റെ സൗഖ്യം മാത്രമേ ഉള്ളൂ. നോ, അങ്ങനെയാണെങ്കിൽ ഈ അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് രോഗസൗഖ്യമുണ്ടെന്ന് പത്രോസിൽ എഴുതിയേക്കുന്നത് തീർച്ചയായിട്ടും സ്പിരിച്വൽ ഹീലിംഗ്, നോ ഡൗട്ട്. ബട്ട് മാത്യു 8:14 തുടങ്ങി വായിക്കുമ്പോൾ ഉള്ളത് അതിനെ നോ ബഡി ക്യാൻ ഡൈല്യൂട്ട് ഇറ്റ്. മാത്യു 8:14 തുടങ്ങിയുള്ള സ്ഥലം വായിക്കുമ്പോൾ പിന്നീട് യേശു പത്രോസിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ അയാളുടെ ഭാര്യയുടെ അമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു. അവൻ അവളുടെ കയ്യിൽ തൊട്ടു, പനി വിട്ടുമാറി. അവൾ എഴുന്നേറ്റ് അവനെ പരിചരിച്ചു. അന്ന് വൈകുന്നേരം പിശാച് ബാധിച്ച അനേകം പേരെ ജനങ്ങൾ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഒരു വാക്കുകൊണ്ട് അശുദ്ധാത്മാക്കളെ പുറത്താക്കി രോഗികളെയെല്ലാം സുഖപ്പെടുത്തുകയും ചെയ്തു. ഇത് യെശയ്യാ പ്രവാചകന്റെ ഈ വാക്കുകൾ നിറവേറാനായിരുന്നു. അവൻ നമ്മുടെ ദൗർബല്യങ്ങൾ ഏറ്റുവാങ്ങുകയും നമ്മുടെ രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. അതെ, നമുക്ക് ഇപ്പൊ കർത്താവിന്റെ എല്ലാ കാര്യങ്ങളും സബ്സ്റ്റിറ്റ്യൂഷനിലായിരുന്നു നമ്മൾ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാ. പക്ഷെ നമുക്ക് രോഗം വന്നു കഴിഞ്ഞിട്ട് മെനി ടൈംസ് നമുക്ക് സൗഖ്യം കിട്ടാത്തതിന്റെ ഒരു റീസൺ നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാത്തതുകൊണ്ടാണ്. കാരണം വൈദ്യശാസ്ത്രം ചിലപ്പോൾ പറയും, ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ, ഞാൻ പ്രഷറിന് ഗുളിക കഴിച്ചിട്ടുണ്ട്. അപ്പം അന്ന് ഡോക്ടർ പറഞ്ഞിട്ട് ത്രൂ ഔട്ട് ലൈഫ് ഇത് കഴിക്കേണ്ടി വരും, പ്രഷറിന് ഗുളിക കഴിച്ചു തുടങ്ങിയാൽ കഴിക്കണം. ദെൻ അത് കർത്താവ് സൗഖ്യം തന്നു, പൂർണ്ണമായിട്ട് സൗഖ്യം തന്നു.
സോ മെനി എക്സാമ്പിളുകൾ. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഈ സയൻസിനെയും അല്ലെങ്കിൽ ഈ ലോകത്തിലെ നോളജിനെയും ബൈബിളിലെ ദി ടീച്ചിങ് ഓഫ് ദി വേർഡിനെയും തമ്മിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യും. അത് കഴിയുമ്പോൾ നമുക്ക് വിശ്വാസം ഉണ്ടാകത്തില്ല. വിശ്വാസത്തിലൂടെ മാത്രമേ നമുക്ക് എന്തെങ്കിലും നേടാൻ പറ്റത്തുള്ളൂ. കാരണം സകല വാഗ്ദത്തങ്ങളെയും ദൈവം ഉറപ്പിച്ചിരിക്കുന്നത് വിശ്വാസത്തിലാണ്. നമ്മളിത് വിശ്വസിക്കുമ്പോൾ ഡോക്ടർ പറയും ഇനി രക്ഷയില്ലാന്ന് പറയും. അതോടുകൂടി നമ്മൾ ഡോക്ടർ പറയുന്നത് കൂടുതൽ വിശ്വസിക്കും. അതുകൊണ്ട് നമുക്ക് കിട്ടില്ല. കാരണം അവിശ്വാസത്തിന്റെ ശിക്ഷ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. നമുക്ക് ഡോക്ടറെയാണ് ദൈവവചനത്തെക്കാൾ കൂടുതൽ വിശ്വാസമെങ്കിൽ അതിന്റെ ശിക്ഷ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അതുകൊണ്ടാണ് തിമോത്തിയോസിന് ടെസ്റ്റ് എഴുതും, അല്ല ലേഖനം എഴുതുമ്പോൾ പോള് ഈ 1 തിമോത്തി 6 ലാസ്റ്റില്, കാരണം ഇത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ടോപ്പിക്കാണ്. കാരണം ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ സയൻസ് ഒരു കാര്യം പറഞ്ഞാൽ ദൈവവചനം പറയുന്നതൊക്കെ മനുഷ്യൻ വിശ്വസിക്കും മെനി ടൈംസ്. കാരണം മുറിവൈദ്യൻ രോഗിയെ കൊല്ലുമെന്ന് പറഞ്ഞ പോലെ. കാരണം ഈ സയൻസിനെ കുറിച്ച് മനുഷ്യൻ ഇപ്പം എസ്പെഷ്യലി വി ആർ ലിവിങ് ഇൻ എ കൺട്രി പീപ്പിൾ ആർ ബിലീവിങ് സയൻസ് മോർ ദാൻ ദാറ്റ് ഓഫ് ഗോഡ് ആൻഡ് ഗോഡ്സ് വേർഡ്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അത് ആ വിഷം നമ്മുടെ ഉള്ളിലോട്ടും അത് ഇൻഫ്യൂസ് ചെയ്യും. കാരണം സയൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ട്രൂത്ത് അല്ല, ട്രൂത്ത് ആണ്. എങ്ങനെയാണെന്ന് അറിയാം, സയൻസ് ഈസ് ട്രൂത്ത് അറ്റ് പ്രസന്റ്. ഇന്നത്തെ ട്രൂത്ത് എന്ന് പറയുന്നത് നാളെ ചിലപ്പോൾ ടോട്ടൽ ഫൂളിഷ്നെസ് ആയിരിക്കും അക്കോർഡിംഗ് ടു സയൻസ്. ബട്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ദൈവവചനത്തിൽ നല്ല കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് സയൻസ് ദേ ആർ ട്രസ്റ്റിംഗ് മോർ. സയൻസ് വന്ന് ട്രൂത്ത് അറ്റ് പ്രസന്റ്, ഇന്നത്തെ സത്യം. ഞാനൊരു എക്സാമ്പിൾ വേണമെങ്കിൽ പറയാം. ഇത്തിരി വയസ്സായവർക്ക് ഓർമ്മയാണ്, നിങ്ങൾക്ക് കൊച്ചു പിള്ളേർക്ക് ഓർമ്മ കാണത്തില്ല. പണ്ട് ഈ കോൾഗേറ്റും ഇവരെല്ലാം ഫ്ലൂറിഗാർഡ് ടൂത്ത് പേസ്റ്റ് ഇറക്കി. നമുക്കൊന്നും ഓർമ്മയില്ല. കാരണം പല്ലിന് നല്ല ഫ്ലൂറൈഡ് മിക്സ് ചെയ്യുന്നുണ്ട്. കുറെ കഴിയുമ്പോൾ സയൻസ് കണ്ടുപിടിച്ച് ഈ ഫ്ലൂറൈഡ് പല്ലിന് കേടാണ്, എല്ലാം സ്റ്റോപ്പ് ചെയ്തു. ദാറ്റ് ഈസ് സയൻസ്. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് സയൻസിനെ അവിശ്വസിക്കുന്നല്ല. സയൻസ് ഒരിക്കലും നമ്മുടെ ദൈവവചനത്തിലുള്ള വിശ്വാസത്തിന് നെഗറ്റീവ് ആകാൻ പാടില്ല. ദാറ്റ്സ് വാട്ട് ഐ ആം ടെല്ലിങ്. അതാണ് അത്. നോക്ക്, ഇത് ആദ്യം തുടങ്ങിയുള്ളൊരു പ്രോബ്ലമാണ്. 1 തിമോത്തി 6 എടുക്കുമ്പോൾ 1 തിമോത്തി 6:20 തുടങ്ങി വായിക്കുമ്പോൾ അത് ഇംഗ്ലീഷ് വായിക്കും. O Timothy, guard what was committed to your trust, avoiding the profane and idle babblings and contradictions of what is falsely called knowledge. Contradictions of what is falsely called knowledge. ഓൾഡ് കിങ് ജെയിംസ് വേർഷനിലാണ് സയൻസ് എന്ന് എഴുതിയത്. സയൻസ് ഒന്ന് വായിക്കാം. O Timothy, keep that which is committed to your trust, avoiding profane and vain babblings and oppositions of science, falsely called knowledge. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഈ കാത്തലിക് ചർച്ച് എവല്യൂഷനെ അംഗീകരിച്ചേക്കുക. എവല്യൂഷൻ ബട്ട് തിയോക്രാറ്റിക് എവല്യൂഷൻ എന്ന് പറയുന്നത്, അതായത് ദൈവം സൃഷ്ടിച്ചേ പക്ഷെ ത്രൂ എവല്യൂഷൻ. പക്ഷെ ബൈബിൾ പറയുന്നത് 6 ദിവസം കൊണ്ടാണ് സൃഷ്ടിച്ചതെന്ന്. അവർ പറയുന്നത് 6 ദിവസം എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി 6 ഡിഫറെന്റ് പീരീഡ്സ് ഓഫ് ടൈം. ഇത് ഈ സയൻസ് വന്നുകൊണ്ട് അപ്പൊ ഈ ഒപ്പോസിഷൻസ് ഓഫ് സയൻസിനെ റെസിസ്റ്റ് ചെയ്യാൻ പവർ ഇല്ലാത്തതുകൊണ്ടാണ്. ദൈവത്തിന്റെ വചനത്തിൽ ഒരു വേർഡ് ഉണ്ട്, ഇഫ് യു ഗോയിങ് ടു Psalm 119, അതായത് there is a limit for perfection. ആ വേർഡ് സെന്റൻസ് 89 ആണ് തോന്നുന്നത്, മേ ബി റോങ്. 89 ഒന്നായി 119 അല്ല 119 167 160. അത് മലയാളം നോക്കിക്കോ. നിന്റെ വചനത്തിന്റെ സാരം സത്യമാണ്, നിന്റെ നീതിനിഷ്ഠമായ അനുശാസനങ്ങളെല്ലാം നിത്യം നിലനിൽക്കുന്നു. പക്ഷെ എക്സാക്ട്ലി അങ്ങനെയല്ല. ആ വേർഡ് ഓർമ്മയുണ്ടോ? അതായത് പൂർണ്ണതയ്ക്കെല്ലാം ഒരു ലിമിറ്റ് ഉണ്ട്. ഇങ്ങനെ വേർഡ് ബട്ട് യുവർ വേർഡ് ഈസ് കണ്ടില്ലേ പോട്ടെ, പിന്നെ കാണിച്ചു. അതായത് പൂർണ്ണതയ്ക്കെല്ലാം ഒരു ലിമിറ്റ് ഉണ്ട്, ബട്ട് യുവർ വേർഡ് അതിനേക്കാളെല്ലാം ഉപരിയാണെന്നാണ് ആ വേർഡ്. കണ്ടില്ലെങ്കിൽ പോട്ടെ, നമുക്കറിയില്ല. ഇതിന് നമ്മൾ ചിന്തിച്ചിട്ടൊക്കെ ഉള്ളതാ. അല്ലെങ്കിൽ നോക്കണ്ട. അപ്പൊ അതിനകത്ത് പറയുന്ന ഇതാണ്, പൂർണ്ണതയ്ക്ക് എല്ലാം ഒരു ലിമിറ്റ് ഉണ്ടെന്ന്.
അതായത് മനുഷ്യൻ പെർഫെക്റ്റ് എന്ന് പറയുന്നത് ഒന്നും 96 ആണ്. പൂർണ്ണതയ്ക്കെല്ലാം ഒരു പരിധി ഉണ്ടെന്ന് ഞാൻ കണ്ടിരിക്കുന്നു. നിന്റെ കൽപ്പനയാകട്ടെ അത്യന്തം നിസ്സാരമാണ്. I have seen the consummation of all perfection, but your commandment is exceedingly broad. അതായത് മീനിങ് ഇതാണ്, എല്ലാം പെർഫെക്റ്റ് എന്ന് പറയുന്നത് എല്ലാം ലിമിറ്റഡാ ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നത്. ബട്ട് ദൈ വേർഡ് ഈസ് സുപ്പീരിയർ ടു ദാറ്റ്. അത് വേറൊരു ട്രാൻസ്ലേഷൻ സത്യവസം വായിക്കോ. സകല സമ്പൂർത്തിക്കും ഞാൻ അവസാനം കണ്ടിരിക്കുന്നു, നിന്റെ കൽപ്പനയോ അത്യന്തം വിസ്തീർണമായിരിക്കുന്നു. അതെ, അതായത് ഞാൻ അത് അന്ത്യം കണ്ടിരിക്കുന്നു പറഞ്ഞാൽ അതിന് ലിമിറ്റ് ഉണ്ടെന്നാ. എല്ലാ പെർഫെക്ഷനും ഒരു ലിമിറ്റ് ഉണ്ട്, ബട്ട് ദൈവത്തിന്റെ വചനത്തിന് ലിമിറ്റ് ഇല്ല. അതായത് പൂർണ്ണതയ്ക്ക് എല്ലാം ഒരു പരിധി ഉണ്ടെന്ന് ഞാൻ കണ്ടിരിക്കുന്നു, നിന്റെ കൽപ്പനയാകട്ടെ അത്യന്തം വിശാലമാണ്. NIV ഒന്ന് വായിക്കും. That's beautiful. But all perfection, there is I see a limit. But your commands are boundless. Your commands are നല്ല NIV is best. അതായത് പെർഫെക്ഷൻ എല്ലാം ഒരു ലിമിറ്റ് ഉണ്ട്, ബട്ട് യുവർ കമാൻഡ്സ് ആർ ലിമിറ്റ്ലെസ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം മനുഷ്യൻ ഈ പെർഫെക്ഷൻ എന്ന് പറയുന്നതിന്റെ പുറകെ പോയേക്കുന്ന ആൾക്കാരാ. സയൻസ് സത്യം എന്ന് പറഞ്ഞാൽ അത് അൾട്ടിമേറ്റ് എന്ന് വിശ്വസിച്ച് നോക്ക് മനുഷ്യൻ. ഞാൻ ഒരിക്കലും ചിന്തിച്ചൊരു കാര്യമാണ്, ഈ നാട്ടിൽ ടോണി ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഒരു ഐ സ്പെഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നു, അങ്കമാലി ലിറ്റിൽ ഫ്ലോർ ഹോസ്പിറ്റലിൽ. ഞാൻ അറിയില്ല, ഇപ്പം മരിച്ചു പോയിട്ടുണ്ടാവും, വയസ്സിനാണ്. അപ്പം അങ്ങനെ ഈ ഇന്ത്യൻ പ്രസിഡന്റിന്റെ എന്തോ ഒരു വലിയ അവാർഡ് കിട്ടി, കണ്ണിനകത്തുള്ള എന്തോ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചതിന്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചൊരു കാര്യമാണ്, ദൈവം ഈ മനുഷ്യനെ ആദരിക്കും ഈ കാര്യത്തിന്. കണ്ണിനകത്തുള്ള ആരും ഇതുവരെ കണ്ടുപിടിക്കാത്ത ഒരു കാര്യം കണ്ടുപിടിച്ചു, ഇന്ത്യൻ ഗവൺമെന്റ് ആദരിച്ചു. ബട്ട് ദൈവം എന്ത് ചിന്തിക്കും? ദൈവം ആ മനുഷ്യനെ ആദരിക്കണം, ഞാൻ കണ്ടുപിടിക്കാത്തൊരു കാര്യം കണ്ടുപിടിച്ചെന്ന് പറയും. നോ. അതുകൊണ്ട് ഈ 1 Corinthians 3:19 വായിക്കുമ്പോൾ വായിക്കാം. ഈ ലോകത്തിന്റെ വിജ്ഞാനം ദൈവത്തിന് പോഷത്വമാണ്, കാരണം ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, അവൻ വിജ്ഞാനികളെ അവരുടെ തന്നെ കൗശലത്തിൽ കൊടുക്കുന്നു. മാത്രമല്ല, വിജ്ഞാനികളുടെ മനോഗതങ്ങൾ നിഷ്ഫലങ്ങൾ എന്ന് കർത്താവ് അറിയുന്നു. അതുകൊണ്ട് ആരും മനുഷ്യരെ ചൊല്ലി അഭിമാനിക്കേണ്ട, കാരണം എല്ലാം നിങ്ങളുടേതാണല്ലോ. പൗലോസും അപ്പോളോസും കേപ്പായും ലോകവും ജീവനും മരണവും വർത്തമാനവും ഭാവിയും എല്ലാം നിങ്ങളുടേതാണ്. നിങ്ങൾ ക്രിസ്തുവിനുള്ളവർ, ക്രിസ്തു ദൈവത്തിനുള്ളവൻ. അതെ, ആരും ആത്മവഞ്ചന നടത്താതിരിക്കട്ടെ. ഈ യുഗത്തിൽ വിജ്ഞാനിയാണ് എന്ന് ശ്രദ്ധിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വായിക്കും. ഈ യുഗത്തിൽ വിജ്ഞാനിയാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നു എങ്കിൽ വിജ്ഞാനിയാകാൻ വേണ്ടി അയാൾ ഭോഷനാകട്ടെ. അതായത് പലപ്പോഴും ആൾക്കാർ വിചാരിക്കും ഐ എം എ ലേണഡ് മാൻ, അല്ലെ എനിക്ക് നോളജ് ഉണ്ട്, ശാസ്ത്രം അറിയാം, സയൻസ് അറിയാം. ഈ ലോകത്തിൽ വിജ്ഞാനി എന്ന് കരുതുന്നവൻ യഥാർത്ഥത്തിൽ വിജ്ഞാനിയാണെങ്കിൽ ഈ വിജ്ഞാനത്തെ ഭോഷത്താക്കിയേ പറ്റൂ. കാരണം ദൈവം അങ്ങനെ കണ്ടേക്കുന്നത്. കാരണം ഇങ്ങനെ എഴുതിയേക്കുന്നത്, വിജ്ഞാനികളുടെ മനോഗതങ്ങൾ നിഷ്ഫലങ്ങൾ എന്ന് കർത്താവ് അറിയുന്നു. അതുകൊണ്ട് ആരും മനുഷ്യരെ ചൊല്ലി അഭിമാനിക്കേണ്ട കാരണമില്ല. അപ്പൊ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ആ മനുഷ്യൻ ഏലിശായിലൂടെ വന്ന ദൈവവചനത്തെ ഈസ് ഇറ്റ് പോസിബിൾ എന്ന് ചോദിച്ചു. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, ദൈവത്തെ അവിശ്വസിച്ചാൽ ദൈവവചനത്തോട് നമ്മൾ, അതായത് ഇത് ദൈവത്തിന്റെ വചനമാണെന്ന് നമ്മൾ വിശ്വസിച്ചില്ല എങ്കിൽ നമ്മൾ അതിന്റെ ശിക്ഷ അനുഭവിച്ചേ പറ്റും. അനുഭവിക്കണം തീർച്ചയായിട്ടും. കാരണം ദൈവമാണ്. അതുകൊണ്ട് തെസ്സലോനിക്കക്കാരെ കുറിച്ച് പറയും, ഞങ്ങളിൽ നിന്ന് കേട്ട ദൈവവചനം അത് ഞങ്ങൾ മനുഷ്യവചനമായിട്ടല്ല ദൈവവചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ആദ്യം ചിന്തിച്ച പോലെ ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ഇതിനകത്തുണ്ട്, പ്രൊവൈഡഡ് ഇത് ദൈവത്തിന്റെ വചനമാണെന്ന് വിശ്വസിച്ചാൽ. അല്ലെങ്കിൽ കിട്ടത്തില്ല. നോ, ഇത് ദൈവത്തിന്റെ വചനമാണ്. മുന്നമേ അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതി അന്വേഷിക്കും, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊള്ളാന്ന് പറഞ്ഞിരിക്കുന്നവൻ ദൈവമാണെങ്കിൽ, മുന്നമേ അവിടുത്തെ രാജ്യം, അവിടുത്തെ നീതി അന്വേഷിക്കുന്ന ഒരു മനുഷ്യനുണ്ടെങ്കിൽ, forget about your own needs. He will think about your needs. ഇത് വെറുതെ എഴുതി വെച്ചേക്കുന്ന കാര്യങ്ങളല്ല. ഇറ്റ് ഈസ് ട്രൂ, അബ്സല്യൂട്ട് ട്രൂത്ത് ആയത്. അതിനകത്ത് ഒരു സംശയമില്ല. നമ്മുടെ ജീവിതത്തിൽ ഒരു ചെറിയ രീതിയിൽ നമ്മൾ അനുഭവിക്കുന്നില്ലേ, നോട്ട് ടു ദി ഫുൾ എക്സ്റ്റെന്റ്. കാരണം നമ്മൾ അത്രത്തോളം ആ ലെവലിൽ നമ്മൾ ദൈവരാജ്യത്തിന് വേണ്ടി ജീവിക്കാത്തതുകൊണ്ട്. നോക്ക്, ഇപ്പോൾ മനുഷ്യന്റെ ഫിസിക്കൽ നീഡ്സ് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഫിസിക്കൽ നീഡ്സിന് വേണ്ടി ആൾക്കാർ പറയുന്ന
ദൈവം ആകാശത്തിൽ നിന്ന് നൂല് കെട്ടി ഇറക്കി തരും, ദൈവം നൂല് കെട്ടി ഇറക്കി തരും, പ്രൊവൈഡഡ് ഇഫ് യു ആർ ട്രസ്റ്റിംഗ് ദി ലോർഡ്. ഈ മാത്യു 17 എടുക്കുമ്പോൾ മാത്യു 17 അവസരം വായിക്കും അവരോട്. അതായത് അതിന്റെ 24 തുടങ്ങി വായിക്കുമ്പോൾ, അവർ കഫർനാമിലെത്തി. അപ്പോൾ ദേവാലയ നികുതി പിരിക്കുന്നവർ പത്രോസിനെ സമീപിച്ച് ചോദിച്ചു, നിങ്ങളുടെ ഗുരു നികുതി കൊടുക്കുന്നില്ലേ? ഉവ്വ് എന്ന് അയാൾ പറഞ്ഞു. അതായത് അതിനിപ്പോ നമുക്ക് ജനറലൈസ് ചെയ്യുമ്പോൾ ദേ ആർ ഇൻ എ ഫിനാൻഷ്യൽ നീഡ്, വാട്ട് എവർ ഇറ്റ് ഈസ്. അതായത് ഒരു ജെന്യുവിൻ ആയിട്ടുള്ള ഫിനാൻഷ്യൽ നീഡ്, അല്ല എന്തെങ്കിലും ഫിനാൻഷ്യൽ നീഡ് അല്ല. കാരണം എന്താ പറയുന്നത്, ഗോഡ് വിൽ പ്രൊവൈഡ് യുവർ നീഡ്സ്, നോട്ട് ദി ഗ്രീഡ്സ്. ഗോഡ് വിൽ പ്രൊവൈഡ് യുവർ നീഡ്സ്, നോട്ട് യുവർ ഗ്രീഡ്സ്. അപ്പൊ ഇവിടെ ഇവർക്കൊരു ജെന്യുവിൻ നീഡാണ്. ദെൻ അടിയിലോട്ട് വെച്ച് പോകും. അയാൾ 26 മണി വെച്ചത് എന്ന് അയാൾ അന്യരിൽ നിന്ന് എന്ന് അയാൾ മറുപടി പറഞ്ഞു. അപ്പോൾ യേശു പറഞ്ഞു, എങ്കിൽ പുത്രന്മാർ ഒഴിവാക്കപ്പെട്ടിരിക്കുകയാണല്ലോ. ഏതായാലും നികുതി പിരിക്കുന്നവർക്ക് ചിന്താക്കുഴപ്പം ഉണ്ടാകേണ്ട. നീ പോയി കടലിൽ ചൂണ്ടയിടുക. ആദ്യം കിട്ടുന്ന മത്സ്യത്തിന്റെ വായ തുറന്നാൽ ഒരു നാണയം കാണും. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി അവർക്ക് കൊടുത്തേക്കുക. അതെ, നോക്ക്, ലോർഡ് വിൽ സൂപ്പർ നാച്ചുറലി പ്രൊവൈഡഡ്. നോക്ക്, ഇത് ഇറ്റ്സ് എ മാറ്റർ ഓഫ് ഫെയ്ത്ത്. കാരണം ഇത് ഈ കർത്താവ് എനിക്ക് മതിയായവനാണ് എന്ന് വിശ്വസിക്കാൻ പറ്റുന്നവർക്കേ പറ്റൂ. കാരണം ഈ പത്രോസ്, ഈ യാക്കോബ്, ഈ യോഹന്നാൻ, മത്തായി, ഇവരൊക്കെ തനിക്കുള്ളതെല്ലാം ഉപേക്ഷിച്ചവരാണ്. നമ്മുടെ ജീവിതത്തിൽ നോക്ക്, നമുക്കിപ്പോൾ വീടുണ്ടോ, കുടിയുണ്ടോ, പൈസ ഉണ്ടോ എന്നുള്ളതല്ല. ഇഫ് യു ആർ ട്രൂലി നമുക്കുള്ളതിനെല്ലാം ഹൃദയത്തിൽ നിന്ന് ഫോഴ്സേക്ക് ചെയ്ത ഒരാളാണെങ്കിൽ, നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള റിസോഴ്സിൽ നടക്കാത്ത എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ, ഡെഫിനറ്റ്ലി ഐ ക്യാൻ ഗ്യാരണ്ടി എനിബഡി ലോർഡ് വിൽ മിറക്കിളസ്ലി പ്രൊവൈഡ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടായിരുന്നല്ല, അത് ഹൃദയത്തിലില്ലെങ്കിൽ, ഈ ഹൃദയത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഓൺലി സിറ്റുവേഷൻസ് വിൽ പ്രൂവ്. കാരണം എപ്പോഴെങ്കിലും നമുക്കൊരു നഷ്ടം വരുമോ, കഷ്ടം വരുമോ, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ ചീറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പൈസ നഷ്ടം വരുമോ, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ഇത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു എന്ന് അറിയത്തുള്ളൂ. ഇപ്പൊ സംബഡി ഈസ് ചീറ്റിംഗ് അസ്, അല്ലെങ്കിൽ നമ്മുടെ പൈസ ലൂട്ട് ചെയ്തുകൊണ്ട് പോയി. അപ്പൊ നമുക്കൊരു ദുഃഖമാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ഈ പണം എവിടെ നിന്നാണ് പോയത്? പണം എവിടെ നിന്ന് പോയി? അത് ഹൃദയത്തിൽ നിന്നാണ് പോയത്. ഹൃദയത്തിൽ ഈ വിഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവർക്ക് ജീവിതത്തെക്കുറിച്ച് അവർക്ക് ദുഃഖിക്കാൻ മാത്രം അവസരം ഉണ്ടാകത്തുള്ളൂ ജീവിതത്തിൽ. ഇഫ് യുവർ ഹാർട്ട് ഈസ് സാച്ചുറേറ്റഡ് വിത്ത് ദി ലോർഡ്, ദർ ഇസ് ഫ്യൂച്ചർ ഇൻ ക്രിസ്ത്യൻ ലൈഫ്. അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചറും ഇല്ല. അപ്പൊ ഹൃദയത്തില് കർത്താവ് മാത്രമേ ഉള്ളെങ്കിൽ അവരുടെ കാര്യത്തിൽ കർത്താവ് ഏറ്റവും അടുത്ത തുണിയായിരിക്കും, അല്ലെങ്കിൽ ഒരിക്കലും ഉണ്ടാകത്തില്ല. അപ്പൊ ഇതില് ഈ കർത്താവിന് പൂർണ്ണമായിട്ട് സമർപ്പിക്കപ്പെട്ടവരായിരുന്നു ഇവര്. അതിന് തെളിവ് എന്തായിരുന്നു? ഇപ്പൊ നമുക്ക് ഇവര് ജീവിച്ച പോലെ ജീവിക്കണം എന്നല്ല. നമുക്ക് യോഹന്നാൻ ഇതെല്ലാം വിട്ടുപോയ, പക്ഷെ സ്റ്റിൽ യോഹന്നാന് വീടുണ്ടായിരുന്നു, ഇല്ലേ? പ്രൂഫ് എന്താ? കർത്താവ് മരിക്കുന്ന സമയത്ത് അവളെ സ്വന്തം നോക്ക്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ ആൾക്കാരെ നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യാൻ വേണ്ടി ചോദിക്കുക, അത് ഉള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാൻ നീ തയ്യാറാണോ? ഇതൊക്കെ ബൈബിൾ മനസ്സിലാക്കാതെ പറയുന്ന കാര്യങ്ങളാണ്. ബൈബിളിനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ പറയുന്ന കാര്യങ്ങളാണ്. നമുക്ക് എന്തും ഉണ്ടായിക്കൊള്ളട്ടെ, അത് ഹൃദയത്തിലുണ്ടോ എന്നുള്ള കാര്യം ദൈവത്തിനറിയാം. അത് വെളിപ്പെടുന്ന സാഹചര്യങ്ങളാണ്. നമുക്ക് എന്തെങ്കിലും നമ്മളെ ആരെങ്കിലും ചതിക്കോ, വഞ്ചിക്കോ, മോഷ്ടിക്കോ, നമുക്ക് പൈസ നഷ്ടം വരുമോ ഒക്കെ ചെയ്യുമ്പോൾ ഹൗ ഫാർ ഇറ്റ് ഈസ് സാർഡനിങ് യുവർ ഹാർട്ട്. ഇത് നമ്മുടെ ഹൃദയത്തെ അഫക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഇമ്മീഡിയറ്റ്ലി മാനുഷികമായിട്ടൊക്കെ ഉണ്ടാകും. ബട്ട് അത് ഇമ്മീഡിയറ്റ്ലി ഇഫ് യു ആർ നോട്ട് ഓവർകമ്മിങ് ഇറ്റ്, നമ്മൾ ക്രിസ്ത്യാനിറ്റിയിൽ കയറിയിട്ടില്ല. 21st സെഞ്ചുറി ക്രിസ്ത്യാനിറ്റി അല്ല. കാരണം ഫസ്റ്റ് സെഞ്ചുറിയിൽ, ഞാൻ വെറുതെ പറയുന്നില്ല, ഐ വിൽ സബ്സ്റ്റാൻഷിയേറ്റ് ഇറ്റ് വിത്ത് ദി വേർഡ്. ഹീബ്രൂസ് 10 എടുക്കുമ്പോൾ അതിന്റെ 32 തുടങ്ങി വായിക്കുമ്പോൾ ബാബു നോക്കും. ഹീബ്രൂസ് 10:32 തുടങ്ങി വായിക്കുമ്പോൾ, പ്രബോധിതരായ ശേഷം യാതനകളോട് നിങ്ങൾ പൊരുതി നിന്ന ആ പൂർവ്വകാല ദിനങ്ങൾ അനുസ്മരിക്കുക. ചിലപ്പോൾ നിങ്ങൾ പരസ്യമായ നിന്ദനത്തിനും പീഡനത്തിനും വിധേയരായി. മറ്റു ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ വിധേയരായവരുടെ കൂട്ടാളികളായി. കാരണം തടവിലായിരുന്നവരോട് നിങ്ങൾ അനുകമ്പ കാണിച്ചു. ഉത്തമവും ശാശ്വതവുമായ സമ്പത്ത് നിങ്ങൾക്കുണ്ടെന്ന് അറിയാമായിരുന്നത് കൊണ്ട്
നിങ്ങളുടെ സ്വത്ത് അപഹരിക്കപ്പെട്ടപ്പോൾ നിങ്ങൾ ആനന്ദപൂർവ്വം അത് സഹിച്ചു. നിങ്ങളുടെ സ്വത്ത് അപഹരിക്കപ്പെടുമ്പോൾ ആനന്ദപൂർവ്വം അത് സഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉത്തമ ശാശ്വതമായിട്ടുള്ള സമ്പത്തുണ്ടെന്ന് അറിയാത്തവരാ. 100%. ദാറ്റ് മീൻസ് എലിജിബിൾ കാൻഡിഡേറ്റ്സ് അല്ല. ഉത്തമ ശാശ്വതമായ സമ്പത്തുണ്ടെന്ന് അറിയാവുന്ന 1-ാം നൂറ്റാണ്ടിലെ ആൾക്കാർ അത് അവർക്ക് ഭൗതിക നഷ്ടം വന്നപ്പോൾ അവർ സന്തോഷിച്ചു. ബിക്കോസ് ലെസ് ലഗേജ് മോർ കംഫർട്ട്. ഇന്നത്തെ വിശ്വാസി മോർ ലഗേജ് വഹിക്കുന്നവരായി നരകത്തിലേക്ക് മാർച്ച് പാസ്റ്റ് ചെയ്യുന്നവരുടെ കൂട്ടത്തിലാണ് മോസ്റ്റ്ലി നമ്മൾ ജീവിക്കുന്നത്. നമ്മളിത് സഭയായിട്ട് ചിന്തിക്കുന്നത് ആ ഫ്യൂവില് നമ്മളെല്ലാവരും ഉൾപ്പെടാൻ വേണ്ടിയിട്ടാണ്, ആ മെനിയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്പർ 1 പൊട്ടൻഷ്യൽ എനിമി എന്ന് പറയുന്നത് സമ്പത്തിന്റെ ആകർഷകത, ദി ഡിസീറ്റ്ഫുൾനെസ് ഓഫ് റിച്ചസ്. നോക്ക്, അവരുടെ ഭൗതിക സമ്പത്ത് അപഹരിക്കപ്പെട്ടപ്പോൾ അവര് എന്ത് ചെയ്തു? ആനന്ദപൂർവ്വം സന്തോഷിച്ചു. കാരണം എന്തായിരുന്നു? ഇല്ല, ഈ നമ്പൂതിരി ഫലിതങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? കേട്ടില്ലേ രാജു? നമ്പൂതിരിയുടെ പെട്ടി മോഷ്ടിച്ചുകൊണ്ട് പോയപ്പോൾ നമ്പൂതിരി എന്ത് പറഞ്ഞു? താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. ഈ താക്കോല് കിട്ടാത്തവരെ ദുഃഖിക്കുന്നത്. താക്കോല് കിട്ടിയിട്ടില്ല. പത്രോസിനോട് പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ താക്കോലുകൾ ഞാൻ നിനക്ക് നൽകിയിട്ടുണ്ട്. ഈ താക്കോല് കിട്ടിയവർക്ക് ഇതൊരു പ്രശ്നമില്ല. ഹി വിൽ പ്രൊവൈഡ്. കർത്താവ് പ്രൊവൈഡ് ചെയ്യാതിരിക്കുന്ന ഒരു പ്രശ്നമില്ല. ഐ ഹാവ് ഹൺഡ്രഡ്സ് എന്ന് ഞാൻ പറയുന്നില്ല, ടെൻസ് ഓഫ് എക്സാമ്പിൾസ് വേർ ഹെൽപ്ലെസ് കണ്ടീഷനിൽ നിന്ന് കർത്താവ് ഫിസിക്കലി അല്ല, മീൻസ് എന്താ പറയുന്നത്, ഭൗതിക സമ്പത്ത് തന്ന് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. ഈ സാം 31:19 വായിക്കുമ്പോൾ സമയം പെട്ടെന്ന് വായിക്കാം. 21 ആയിരിക്കും. കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. 21 ആയിരിക്കും വായിച്ചു. വലയം ചെയ്യപ്പെട്ട നഗരങ്ങളിൽ എന്ന പോലെ നഗരത്തിൽ എന്ന പോലെ ഞാൻ ഗതിമുട്ടിയിരിക്കെ അവൻ തന്റെ അചഞ്ചല സ്നേഹം അത്ഭുതകരമായി എനിക്ക് കാണിച്ചു തന്നല്ലോ. ചെറിയ എക്സാമ്പിൾ. ഐ വാസ് ഇൻ നാഗ്പൂർ വൺസ്. പറഞ്ഞിട്ടുണ്ട്, ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള. നാഗ്പൂർ പട്ടണത്തിൽ ഞാൻ അറിയുന്ന ഒരു മനുഷ്യനില്ല. ഇന്നത്തെ പോലെ STD ഇല്ല, മൊബൈൽ ഫോണില്ല. ദാറ്റ് മേ ബി 1986 87 89 ഇല്ലായിരിക്കും. ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എക്സാക്ട്ലി ഡേറ്റ് ഒന്നും അറിയത്തില്ല. ഒരു ഹോട്ടലിൽ താമസിക്കുക. ഈ ഹോട്ടലിൽ കുറെ താമസിച്ചിട്ടുള്ളവർക്ക് അറിയാം. വലിയ ഹോട്ടലുകാർക്ക് ചിലവ് എന്ത് ചെക്കൗട്ട് എന്നോ എന്താ പറഞ്ഞ് രാവിലെ ക്ലിയർ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്. ഇല്ലേ, കേട്ടില്ലേ? നമുക്ക് മറന്നുപോയി. അപ്പൊ ഇതില് എന്റെ പൈസ തീർന്നു പോയി. അതെന്റെ നോക്ക്, ഈ സാമ്പത്തിക കാര്യങ്ങൾ എന്നെ ആരും ഇമിറ്റേറ്റ് ചെയ്ത് ഞാൻ എന്താ പറയുന്നത്, അത് ആസ് എ കാത്തലിക് ഐ ഇൻഹെറിറ്റഡ് സം കൾച്ചർ. കാത്തലിക് ആണെങ്കിലും ബൈബിളിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്തത്. ഞാൻ ഈ ഗിരിപ്രഭാഷണം വിശ്വസിച്ചിരുന്നു, വായിച്ചിരുന്നു, കർത്താവിനെ സ്നേഹിച്ചിരുന്നു. അപ്പൊ അതിൽ കർത്താവ് ഗിരിപ്രഭാഷണം ഇപ്പം മാത്യു 6:24 ഈ ഭൂമിയിൽ നീ സമ്പത്ത് ഉണ്ടാക്കരുത്, സമ്പത്ത് എന്താ പറയുക സ്വരൂപിച്ച് വെക്കരുത്. സോ ഐ ലിറ്ററലി ഫോളോ റൈറ്റ് ഫ്രം ദി early days before coming to the Lord as on today. എൻ്റെ കയ്യിൽ പൈസ വന്നാൽ എനിക്ക് എന്തോ ഒരു ഡിസൊബീഡിയൻസ് വരുന്ന ഒരു ശ്വാസം മുട്ടല എൻ്റെ കയ്യിൽ എന്തെങ്കിലും സേവിങ് വന്നാൽ. കാരണം ഐ ഹാവ് എ ഗിൽറ്റി കോൺഷ്യൻസ്, ഞാൻ കർത്താവിനെ ഡിസൊബേ ചെയ്യുന്നുണ്ടോ എന്നൊരു പേടിയാണ്. അപ്പം അതുകൊണ്ട് കള്ളു കുടിച്ചും വെള്ളമടിച്ചും കളയുന്നല്ല. അത് ഐ വിൽ നോട്ട് കീപ് മണി വിത്ത് മീ നെവർ എവർ ഇൻ ഫ്യൂച്ചർ ഓൾസോ. അപ്പം ഇതിൽ അത് അപ്പം ഇങ്ങനെ എന്താ പറയുന്നത്, ഞാൻ ഒരു മാസം മോർ ദാൻ 1 month ജേണിയാണ് കമ്പനിയിൽ നിന്ന് പോകുന്ന ടൂറല്ല, ഇൻഡസ്ട്രിയൽ പർപ്പസാണ്. ഈ നാഗ്പൂരിൽ വന്ന് പൈസ തീർന്നു പോയി. അറിയുന്ന ഒരു മനുഷ്യനുമില്ല. ഞാൻ 2 ദിവസം കഴിയുമ്പോഴത്തേക്കും ഭയങ്കര പെർപ്ലക്സ്ഡായി. പക്ഷെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ എന്നെ ദൈവം രക്ഷിക്കുമെന്ന് എനിക്കറിയാം, എങ്ങനെയെന്ന് അറിയില്ല. ഇസ്രായേലിന് സഹായം വരും ഉറപ്പ്. ഞാൻ രക്ഷിക്കപ്പെട്ടതിന് ശേഷം അപ്പം ഞാൻ അവിടെ ഒരു കമ്പനി പോയി. അവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞു പോകുന്ന ഒരു കമ്പനിയാണ്. അപ്പം ഞാൻ ഈ കമ്പനിയിലേക്ക് ടെലഗ്രാം അടിച്ചു. ടെലഗ്രാം പലപ്പോഴും എന്താ പറയുന്നത്, നേരെ തലതിരിഞ്ഞായിരിക്കും ചെല്ലുന്നത്. എനിക്കൊരു റിപ്ലൈയും കിട്ടിയില്ല, ഒന്നുമില്ല. ഇന്ന് ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി നോക്കും പൈസ വന്നിട്ടുണ്ടോ. ഒരു ദിവസം ഞാൻ അതേ പറഞ്ഞു, 1 മിനിറ്റ് തെറ്റിയ ആളെ കാണില്ല. ഞാൻ അങ്ങോട്ട് കയറുമ്പോൾ ഞാൻ പോയ കമ്പനിയിൽ ഒരാൾ ഇറങ്ങി വരും. അപ്പം എന്നോട് ചോദിച്ചു, ആപ്തോ അഭിത്തെ ഗയനീ ഇത് പോയില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പ്രശ്നം. അപ്പം തന്നെ എന്നെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയി എനിക്ക് ആവശ്യത്തിൽ കൂടുതലും പൈസ തന്നു. ഞാൻ പറഞ്ഞത്, ലോർഡ് ഈസ് സൂപ്പർ നാച്ചുറൽ, ഓംനിഷ്യന്റ്, ഓംനിപൊട്ടന്റ്. 1 സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ട് തെറ്റിയാൽ ആ മനുഷ്യനെ കാണില്ലേ. ഈ ഹോട്ടലുകാർ ചെക്കൗട്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? കോടാലി എടുത്ത് തരും വിറക് കെട്ടാൻ വേണ്ടിയിട്ട്. ബട്ട് ദി ലോർഡ് ഈസ് ദി പ്രൊവൈഡർ. ഞാൻ പറഞ്ഞത്,
ഗതിമുട്ടിയ പട്ടണത്തിൽ എന്ന പോലെ, അല്ല വലയം ചെയ്യപ്പെട്ട പട്ടണത്തിൽ എന്ന പോലെ ഗതിമുട്ടിയിരിക്കെ കർത്താവിൻ്റെ ആഭ്യന്തര സ്നേഹം അത്ഭുതകരമായിട്ട് വന്നു. നോട്ട് ഓൺലി വൺ എക്സാമ്പിൾ, സോ മെനി എക്സാമ്പിൾസ്. അപ്പം അതുകൊണ്ട് കർത്താവിനെ സ്നേഹിക്കുകയും കർത്താവിനെ പിൻപറ്റുകയും ചെയ്യുന്നതിനേക്കാൾ ഗ്രേറ്റ് ആയിട്ട് ലോകത്തിൽ ഒന്നുമില്ല. ഇത്രയും ട്രസ്റ്റ് വർത്തി ആയിട്ട് ഒന്നുമില്ല, ഇത്രയും ഗ്രേറ്റ് ആയിട്ട് ഒന്നുമില്ല. സോ വിൽ കണ്ടിന്യൂ ടു തിങ്ക്. ബട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, അവിശ്വാസത്തിന് ശിക്ഷയുണ്ട് ഡെഫിനറ്റ്ലി. അതുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് സകല വിഗ്രഹങ്ങളെ മാറ്റി കർത്താവിന് മാത്രം സ്ഥാനം കൊടുത്താൽ ലോർഡ് വിൽ റിജോയ്സ് അബൌട്ട് അവർ ലൈഫ്. ഇപ്പോൾ പാഠ്യപുസ്തകത്തിലെ 563-ാമത്തെ പാഠം